അനുഗ്രഹീതനായ ഈ തലമുറയിൽ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്ന ശക്തനായ ദൈവവചന പ്രഭാഷകനാണ് പാസ്റ്റർ അനീഷ്. ഞാനിവിടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹം ഈ കരിസ്മ മീറ്റിങ്ങുകളിൽ മുൻപ് പലതവണ ഈ മീറ്റിങ്ങുകളിൽ വരികയും ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അനുഗ്രഹമായതുകൊണ്ടാണല്ലോ അദ്ദേഹം വീണ്ടും നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവജനം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ കൊല്ലം സെൻറ്ററിലെ അനുഗ്രഹീതനായൊരു സഭാ ശുശ്രൂഷകനാണ്. അദ്ദേഹത്തെ കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ദൈവവചന ശുശ്രൂഷ ആധികാരികതയോടെ ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം അഭിഷേകം ചെയ്ത് നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുന്നു. കർത്താവ് ധാരാളമായ കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമുക്ക് നമ്മുടെ കരങ്ങളെ തട്ടി സ്വാഗതം ചെയ്യാം പാസ്റ്റർ അനീഷ് കൊല്ലം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല സന്ധ്യയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹീത ആത്മീയ സംഗമത്തിൻ്റെ ഇന്ന് രാത്രിയിലത്തെ അധ്യക്ഷൻ കേരളക്കരയ്ക്ക് മാത്രമല്ല ക്രൈസ്തവ വായനക്കാർക്കെല്ലാം സുപരിചിതനാണ് കർത്താവിൻ്റെ ദാസൻ സാംകുട്ടി ചാക്കോ നിലമ്പൂർ. ഈ അനുഗ്രഹീത ദൈവസഭയ്ക്ക് ദൈവിക ദർശനപ്രകാരം ശുശ്രൂഷപദം അലങ്കരിക്കുന്ന ഞാൻ വളരെ സ്നേഹിക്കുന്ന, ക്രൈസ്തവ ശുശ്രൂഷയിൽ വളരെ ചോദ്യങ്ങൾ ചില സമയത്ത് ലഭിക്കാതാകുമ്പോൾ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന, വളരെ ഒരു ആത്മീയ സൗഹൃദം പുലർത്തുന്ന പ്രിയരായിച്ചായന്, പ്രിയ അബീനാൻറ്റി, ഈ അനുഗ്രഹീത ദൈവസഭയിലെ കരുത്തരായ ദൈവദാസന്മാർ, പ്രിയ പിതാവ് സി വി ജോൺ പാസ്റ്റർ, അതുപോലെ തന്നെ അനുഗ്രഹീത ക്രൈസ്തവ ഗായകൻ ദേവദാസ് പാസ്റ്റർ മകൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ പിതാവുമായി നല്ല ആത്മീയ സൗഹൃദം ഉണ്ടായിരുന്നു. സാധ്യത്തിൽ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുമ്പോൾ മുതലുള്ള ഞങ്ങളുടെ സൗഹൃദമാണ്. കർത്താവിദാസൻ ഷൈജു, അതുപോലെ തന്നെ പ്രിയ അബീജാൻ, മറ്റ് സഹോദരങ്ങൾ, അനുഗ്രഹീത മ്യൂസിഷ്യൻസ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദൃശ്യമാധ്യമത്തിലൂടെ വിദൂരങ്ങളിൽ സാഗൂതം പ്രാർത്ഥനാ നിരതരായി പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിൽ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൽ വന്ദനം ചെയ്യുകയാണ്. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. വലങ്കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഈ അനുഗ്രഹീത സുവിശേഷ യോഗത്തിൻ്റെ പ്രഥമ രാത്രിയിൽ എന്ത് സംസാരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ പ്രേരണ 118-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യത്തെ ആസ്പദീകരിച്ചു നിങ്ങളോട് സംസാരിക്കാനാണ് ദൈവാത്മാവിനിക്ക് പ്രേരണ നൽകിയത്. 118-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ എൻ്റെ പക്കൽ ഏൽപ്പിച്ച ദൂത് ഇതാണ്: ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒന്ന് ഉറക്കെ പറയാമോ? ഞാൻ മരിക്കയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇത് ഈ വേദഭാഗം എൻ്റെ ദൈവം എന്നോട് നേരിട്ട് സംസാരിച്ചപ്പോഴാണ് ഞാൻ ഈ വാക്യം പഠിക്കാൻ ആരംഭിച്ചത്. 2022 ഏപ്രിൽ മാസം 25-ാം തീയതി കോവിഡ് എനിക്ക് സ്ഥിരീകരിച്ചു. എൻ്റെ സ്ഥിതി വളരെ വഷളായി. ചാരികസേരയിൽ മാത്രമേ എനിക്ക് ഇരിക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ ഓക്സിജൻ ലെവൽ വളരെ താഴ്ന്നു. ഞാൻ മരണം ഉറപ്പിച്ചു. എൻ്റെ ഗേറ്റ് പൂട്ടി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളുമായി ഭവനത്തിനകത്തായിരിക്കുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും ശ്വാസമെടുക്കാൻ കഴിയാതെ വളരെ അസന്ന നിലയിലേക്ക് ഞാൻ മാറി. ഞാൻ പാർക്കുന്ന ദേശത്ത് കൊല്ലം ജില്ലയിലെ മയ്യനാട് പഞ്ചായത്ത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊല്ലം ജില്ലയിൽ മയ്യനാട്. രാവിലെ കേൾക്കാം ആംബുലൻസ്, പിന്നീട് ആരും തിരികെ വരുന്നില്ല. കൊല്ലത്തെ ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം ഫുള്ളായി, മെഡിക്കൽ കോളേജുകൾ ഫുള്ളായ സമയം എനിക്കും ബാധിക്കപ്പെട്ടു ഡെൽറ്റ വൈറസ്. ഞാൻ മരണമുറപ്പിച്ച ഒരു റൂമിൽ കിടക്കുമ്പോൾ മറു റൂമിൽ എൻ്റെ ഭാര്യ വളരെ അത്യാസന്ന നിലയിലാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയം ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ സ്ഥിതി മോശമാകുമ്പോൾ ഞാൻ ഉറപ്പിച്ചു, എൻ്റെ ശുശ്രൂഷ തീർന്നു, ഞാൻ പോകാറായി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്, ഞാൻ വരാൻ തയ്യാറാണ്. എൻ്റെ 3ാമത്തെ പൈനിയറാണ് ഞാൻ ചെയ്യുന്നത്. 3ാമത്തെ പൈനിയർ ഒരു പൈനിയർ പ്രവർത്തനമെന്ന് പറയുമ്പോൾ
അതിൻ്റെ ബദ്ധപ്പാടുകൾ അറിയാം. മൂന്നാമത്തെ പയനിയർ ചെയ്യുന്നു. ദൈവസഭകൾ ഇല്ലാത്ത ഒരു മേഖലയിൽ പുതിയ പ്രവർത്തനം ആരംഭിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ അത്യാഹിതത്തിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്. ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ മരണമുറപ്പിച്ച് 4 മാസം, ഏകദേശം 4 മാസത്തോളം ചാരികസേറയിൽ ഞാനിങ്ങനെ മരണം കാത്ത് കഴിയുകയാണ്. എനിക്ക് കട്ടിലിൽ കിടക്കാൻ പറ്റില്ല, താഴെ കിടക്കാൻ പറ്റില്ല, ഫാനിടാൻ പറ്റില്ല, പുറത്തുനിന്ന് കാറ്റടിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ബ്രീത്ത് കട്ടാവും. ഞാനങ്ങനെ മരണമുറപ്പിച്ച് ഭാര്യയോടും മക്കളോടും എല്ലാ മരണമൊഴിയൊക്കെ പറഞ്ഞ് അടക്കമൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടു നോക്കി, പായ്ക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ കണ്ടതുകൊണ്ട് ഇനി ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല, ഇവിടെ കിടന്ന് നിങ്ങളെ കണ്ട് മരിക്കാമെന്ന വാക്കും പറഞ്ഞ് രാത്രി ഞാനിങ്ങനെ മരണമുറപ്പിച്ച് കിടക്കുമ്പോൾ എൻ്റെ കാതിൽ പ്രകമ്പനം പോലെ മുഴങ്ങിയൊരു ശബ്ദമാണ്, നീ മരിക്കുകയല്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കും. അന്ന് രാത്രി എൻ്റെ മേൽ വെളിപ്പെട്ടൊരു ദൈവസാന്നിധ്യമുണ്ട്. എൻ്റെ ജഡത്തിൽ നടന്നൊരു ഹീലിംഗ് ഞാൻ അന്ന് അനുഭവിച്ചു. ഞാൻ ഇതുവരെ അനുഭവിക്കാത്തൊരു വിടുതൽ അന്ന് എൻ്റെ ജഡത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തു. അന്ന് രാത്രിയോടെ എൻ്റെ ശരീരത്തിൽ നിന്ന് അസ്വസ്ഥതകൾ വേഗത്തിൽ പിൻവലിയാൻ തുടങ്ങി. ഇത് മാത്രമല്ല, സാധാരണ ഈ അസുഖം കഴിയുമ്പോൾ സാധാരണ എല്ലാവർക്കും ശ്വാസകോശത്തിനൊരു ഭാഗം ഹാർഡായി പോകാറുണ്ട്. ഇത് കഴിയുമ്പോൾ എന്നെ പരിശോധിച്ച വൈദ്യശാസ്ത്ര വിദഗ്ധൻ പറഞ്ഞത് എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പവുമില്ല. എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്നറിയാമോ? അന്ന് രാത്രി ആ വചനം എൻ്റെ അന്തരാത്മാവിൽ മാത്രമല്ല, രക്തധമനി നാടിഞ്ഞരമ്പുകളിൽ അസാധാരണമായൊരു ഇടപെടൽ നടത്തി. ആ വചനം ഇന്ന് രാത്രി ഇവിടെ പറയുമ്പോൾ അനുഭവിച്ചവനായി ഇന്ന് രാത്രി പറയുന്നത്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. വിശ്വസിക്കാൻ കഴിയുന്നവർ വചനം ഉരുവിട്ട് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങണം. ആശീർവാദം പറയുന്നതിനുള്ളിൽ നിങ്ങളുടെ മേൽ ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കും. ഇന്ന് രാത്രി ഈ ദൃശ്യമാധ്യമത്തിലൂടെ ലൈവിൽ വീക്ഷിക്കുന്നവരോടും ഈ വചനം പ്രവചനമായി ഇന്ന് രാത്രി കൈമാറുകയാണ്. മെഡിക്കൽ സയൻസ് നിനക്ക് മരണരേഖ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി അത് തിരുത്താൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഇന്ന് രാത്രി നിന്റെ ജഡത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ മരിക്കയില്ല. ഈ വേദപുസ്തക വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ആവേശവും വലിയ പ്രതീക്ഷയും ഉണ്ടാകുമ്പോൾ തന്നെ ലോകം ഈ വാക്ക് കേൾക്കുമ്പോൾ അവരൊക്കെ പറയും മണ്ടത്തരമാണിത്. കാരണം ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അതിൻ്റെ അർത്ഥം ഒരിടത്ത് പോലും ഒരു ഫുൾ സ്റ്റോപ്പില്ല. ഞാൻ മരിക്കയില്ല, ഞാൻ മരിക്കയില്ല. അപ്പോൾ ചോദ്യം ഒന്ന്, മരിക്കത്തില്ലേ എന്ന് ചോദിച്ചാൽ എത്രയെത്ര മരണങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ വാക്കിൻ്റെ പ്രസക്തി എന്താ പാസ്റ്ററെ? സ്തോത്രം. മരണമെന്ന ഭീകര യാഥാർത്ഥ്യത്തിനെതിരെ പടപൊരുതി പരാജയപ്പെട്ടു നിൽക്കുക മനുഷ്യൻ. ശാസ്ത്രത്തിൻ്റെ നീളമുള്ള കരം കൊണ്ട് വാനഗോളങ്ങളെ വരെ കീഴ്പ്പെടുത്തി, ചിഹ്നം വിളിക്കുന്ന ആനയും ഇഴയുന്ന ഉറുമ്പ് വരെ ചൂണ്ടുവിരലിൻ്റെ അഗ്രത്തിൽ നിർത്താനൊക്കെ കഴിവുണ്ട്. സത്യം തന്നെയാണ്. പക്ഷേ മരണം എന്ന ഭീകര ശത്രുവിൻ്റെ മുൻപിൽ വേച്ചു വിറങ്ങലിച്ച് വീഴുകയാ മനുഷ്യൻ. ഇന്നും എല്ലാ നിമിഷവും മനുഷ്യൻ്റെ അശ്രാന്ത പരിശ്രമം മരണത്തെ ഒന്ന് തോൽപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി വേദപുസ്തകം പറയുന്നത് എന്താ? പാപത്തിന്റെ ശമ്പളം മരണമാണ്. വീണ്ടും വേദപുസ്തകം പറയുന്നു, ഒരിക്കൽ മരണവും ന്യായവിധിയും മനുഷ്യന് ദൈവം നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ മരണം ദൈവത്തിന്റെ നിയമനമാണ്, പാപത്തിന്റെ ശമ്പളം മരണമാണ്. വീണ്ടും ഈ വാക്യം, ഞാൻ മരിക്കയില്ല. വല്ലാത്ത ആശയക്കുഴപ്പം. ഇന്ന് രാത്രി ഈ വാക്യത്തെ ഞാൻ പഠിച്ചപ്പോൾ ഇന്ന് രാത്രി ഞാൻ 7 പിരിവുകൾ കൊണ്ട് ഞാനിതൊന്ന് വിവരിക്കണമെന്ന് ആശിക്കുക. ഒന്നേലും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് പോകാം. ഞാൻ മരിക്കയില്ല ഒരു ക്രിസ്തു ഭക്തൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. ഞാൻ മരിക്കുകയല്ല. പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ അകപ്പെട്ടു പോയെന്നേ ഉള്ളൂ. പുതിയ നിയമത്തിൻ്റെ പ്രഖ്യാപനമാണ് ഞാൻ മരിക്കത്തില്ല. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, രക്ഷിക്കപ്പെട്ട പുതിയ നിയമ വിശ്വാസിക്ക് വലങ്കൈ മാറോട് ചേർത്ത് പിടിച്ചു വെല്ലുവിളിച്ച് പറയാൻ പറ്റും,
ഞാൻ മരിക്കത്തില്ല. ഇന്ന് രാത്രി വേദപുസ്തകം ഇങ്ങനൊരു വാക്കുദ്ധരിക്കാൻ കാരണം, പുതിയ നിയമത്തിൽ ഒരു ക്രിസ്തു ഭക്തന്റെ വിശ്വാസ പ്രഖ്യാപനമായി ഞാൻ മരിക്കയില്ല എന്ന് വാക്കുവരാൻ കാരണങ്ങൾ 7 7 കാരണങ്ങൾ കൊണ്ടാണ് ഈ വാക്യം പുതിയ നിയമ ഉദ്ധരണിയിൽ ചേർക്കപ്പെടേണ്ടത്. ഞാൻ മരിക്കത്തില്ല. 1, ഞാൻ മരിക്കയില്ല. എന്തുകൊണ്ട്? സങ്കീർത്തനം 116 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോണേ. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ മരിക്കത്തില്ല. കാരണം എൻ്റെ ബന്ധനം യേശു അഴിച്ചതുകൊണ്ട് ഇനി എനിക്ക് മരണമില്ല. സ്തോത്രം. അപ്പോൾ ചോദ്യം, എന്താ ഈ ബന്ധനം? നമ്മെ, ആ മാനവകുലത്തെ ബന്ധിച്ച ബന്ധനം എന്താ? പാപത്തിൻ്റെ ശമ്പളം മരണം. ഈ മരണമെന്ന ബന്ധനം പാപത്തിലൂടെ മാനവനെ പിടികൂടി. സങ്കീർത്തനക്കാരൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്ന വാക്യങ്ങൾ 116 വാക്യമാണ്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. അപ്പോൾ ഇവിടെ ബന്ധിച്ച ബന്ധനം എന്തായിരുന്നെന്നറിയാമോ? മരണത്തിൻ്റെ തണുത്ത കരം കൊണ്ട് പാപം നിമിത്തം ഞാൻ ബന്ധിതനായി. ഇനി ഇത് സങ്കീർത്തനത്തിലേക്ക് വീണ്ടും 107 പറയുന്നത്, ഈ ബന്ധനത്തെ വീണ്ടും അവിടെ പറയുന്നു, അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടു. അപ്പോൾ ഈ ബന്ധനത്തിന് മറ്റൊരു പേര് സങ്കീർത്തന രചയിതാവ് പറയുന്നു, അരിഷ്ടതയുടെ ബന്ധനം. എന്തായി അരിഷ്ടതയുടെ ബന്ധനം? റോമാലേഖനം 7:24 റോമാലേഖന കർത്താവ് പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അർത്ഥം എന്താ? മരണത്തിന് അധീനമായി പോയ ഈ ശരീരം, അതിൻ്റെ അർത്ഥം മരണമെന്ന സമസ്യക്കാഴി, ആ ആഴിയുടെ അടിയിലാണ്ടുപോയി, മരണത്തിൻ്റെ കുഴിയിലാണ്ടുപോയ എൻ്റെ ഈ ശരീരത്തെ ആർ വിടുവിക്കുമെന്ന് യുഗങ്ങളായി ചോദ്യങ്ങൾ ഉയരുമ്പോൾ, ആകാശത്തിൻ്റെ അക്കരെ, അതായത് ഇന്ന് രാത്രി ഞാനും നീയും ആരാധിക്കുന്ന ആരാധനയുടെ കേന്ദ്രമായവൻ, സ്വർഗസ്ഥനായവൻ, യുഗങ്ങളായി മാനവൻ തൊടുത്തുവിട്ട പ്രാർത്ഥന, മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? യുഗങ്ങളായി തുടരുന്ന ചോദ്യത്തിന് മറുപടി എന്നോണം പാലസ്തീൻ്റെ പച്ചമണ്ണിൽ നസ്രായൻ, സ്വർഗത്തിൻ്റെ മണിമകുടമായവൻ, മനുഷ്യനായി മണ്ണിൽ അവതരിച്ച് കാൽവറിയുടെ ഗിരിമുകളിലേക്ക് അവൻ നടന്നു കയറുമ്പോൾ, ഇന്ന് രാത്രി എനിക്കും നിനക്കും ലഭ്യമായ ഏറ്റവും വലിയ വിടുതൽ എന്താണെന്നല്ലേ? മരണത്തിൻ്റെ ചങ്ങല എൻ്റെയും നിൻ്റെയും മേൽ നിന്ന് അഴിഞ്ഞു വീണെന്ന്. ഇന്ന് രാത്രി മരണത്തിൻ്റെ ചങ്ങലയെ കാൽവറിയിൽ അഴിച്ച എൻ്റെ കർത്താവിൻ്റെ ഇടപെടൽ ഇന്ന് രാത്രി എൻ്റെ ശരീരം എന്ന് പകലിൽ നമ്മളിവിടെ ആചരിച്ച ഹോളി കമ്മ്യൂണിയൻ, ലോർഡ്സ് സപ്പർ, മാസ കുർബാന, രാഭോജനം, കർത്തൃമേശ, അതിൽ അപ്പവും വീഞ്ഞും നാം ഇവിടെ സ്വീകരിച്ചപ്പോൾ, വീഞ്ഞ് യേശുവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയാണ്, നമ്മുടെ പാപങ്ങളുടെ മോചനമാണ്. അപ്പോൾ നാം ഭുജിച്ച അപ്പം എന്തിൻ്റെ ഓർമ്മയാണ്? നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട അവൻ്റെ ശരീരം. എന്തിനാ അവൻ്റെ ശരീരം തകർത്തത്? നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി. യേശുവിൻ്റെ ശരീരം കാൽവറിയിൽ തകർന്നതോടുകൂടെ പാപത്തിനും മരണത്തിനും അധീനമായ എൻ്റെ ശരീരം വിടുവിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി ആ വിടുതൽ ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ അത് വെളിപ്പെട്ട് തുടങ്ങുകയാണ്. ഓ റബാന റംജല ധർമ്മനാദി, ഇന്ന് രാത്രി ആ വിടുതൽ ഇവിടെ നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലും വചനത്താലും ഇന്ന് രാത്രി ആ വിടുതൽ നടക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ആമേൻ രക്തത്തിൻ്റെയും ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി അപ്പവീഞ്ഞുകൾ പൂജിക്കുന്ന നിന്റെ മേൽ നടക്കുന്ന ക്രിയേറ്റീവ് മിറക്കിൾ, അതാണ് ഇന്ന് രാത്രി ശരീരത്തിൽ അനുഭവിക്കേണ്ടത്. സ്തോത്രം.
എൻ്റെ ശരീരം മരണത്തിന് അധീനമായിരുന്നു. അവിടുന്ന് എന്നെ വിടുവിക്കാൻ യേശുവിൻ്റെ ശരീരം തകർത്തു. ഇനി ആ വാക്ക് ഞാൻ മറ്റൊരു വാക്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്പം കൂടെ വിശദമാകും. എന്നെ മരണപാശം ചുറ്റി, എന്നെ ബന്ധിച്ച മരണപാശം അഴിക്കാൻ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി, എന്നെ ബന്ധിച്ച ബന്ധനം അഴിച്ചിട്ട് ആ മരണപാശം കൊണ്ട് എൻ്റെ യേശുവിനെ അങ്ങ് ബന്ധിച്ചു. കാൽവറിയിൽ യേശു മരണപാശത്തിൻ്റെ പിടിയിലാകുമ്പോൾ ഞാൻ ക്രൂശിൽ സ്വതന്ത്രനാകുക. എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് രാത്രി കാൽവറിയിൽ യേശുവിനെ മരണം ബന്ധിക്കുമ്പോൾ, ആ ചങ്ങല അവിടെ ബന്ധനമാകുമ്പോൾ, ഞാൻ അവിടേക്ക് നോക്കി നിൽക്കുമ്പോൾ എന്നിലേക്ക് അവൻ്റെ കരമിറങ്ങി വരുന്നുണ്ട്. എന്നെ ബന്ധിച്ച മരണത്തിൻ്റെ തണുത്ത കരത്തെ അവൻ അഴിച്ചു മാറ്റിക്കൊണ്ട് അവൻ സ്വമേധയാ എനിക്ക് വേണ്ടി മരണം ആസ്വദിച്ചു. എനിക്ക് വേണ്ടി മരണം ആസ്വദിക്കുമ്പോൾ ഞാൻ സ്വതന്ത്രനായി മാറിയെന്നത് ഒരു ഇളക്കപ്പെരുക്കത്തിൻ്റെ സന്ദേശമല്ല, അതെൻ്റെ അനുഭവമാണ്, അതെൻ്റെ വിടുതലാണ്, അതെൻ്റെ ആശ്വാസമാണ്, അതെൻ്റെ അവകാശമാണ്. ഇന്ന് രാത്രി ഈ ആരാധന കഴിഞ്ഞ് വെറുതെ മടങ്ങരുത്. ശരീരത്തിൽ യേശുവിൻ്റെ ആ വിടുതൽ അനുഭവിച്ച് നീ പോകാവൂ. അപ്പോസ്തലപ്രവൃത്തി 2:24 ഒന്ന് വായിക്കുമ്പോൾ അതിൻ്റെ ആഴമായ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ഒന്ന് വായിച്ചേ. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. എൻ്റെ യേശുവിൻ്റെ മുൻപിൽ മരണം തോറ്റു നിൽക്കുന്നുണ്ട്. സ്തോത്രം. യേശുവിൻ്റെ മുൻപിൽ മരണത്തിൻ്റെ പാശം പരാജയപ്പെടുകയാണ്. മരണപാശം യേശുവിനെ ബന്ധിച്ചത് ശരിയാ. എല്ലായിടത്തും ആഘോഷത്തിൻ്റെ അമിട്ടുകൾ പൊട്ടിത്തുടങ്ങി. ഫലസ്തീൻ്റെ പലയിടങ്ങളിൽ, യഹൂദ മണൽ വിരിച്ച വിരിമാറിൽ പലരും ആഘോഷത്തോടെ നിൽക്കുന്നു. നസ്രത്തുകാരൻ കല്ലറ കൊണ്ട് അവസാനിച്ചു. അങ്ങനെ എല്ലാവരും ആഘോഷത്തോടിരിക്കുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിനം നേരം പരപര പുലരുമ്പോൾ ആ കല്ലറയ്ക്കൽ നടന്നു പോകുന്ന 3 സംഘം സ്ത്രീകളെ ശ്രദ്ധിച്ചോ? ആ 3 സംഘം സ്ത്രീകൾ, യേശുവിൻ്റെ അമ്മ മറിയ, മഗ്ദലനക്കാരത്തി മറിയ, ശലോമ, അവർ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച വചനം വ്യക്തമായി രേഖപ്പെടുത്തുന്നു. കല്ലുരുണ്ടു മാറി കല്ലിൻ്റെ മീതെ വെള്ളവസ്ത്രം ധരിച്ച ദൂതനിരിക്കുക. അവിടുന്ന് ഒരു വാക്കു വരുന്നുണ്ട്: ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? എൻ്റെയും നിൻ്റെയും പ്രാണനാഥനെ മരണമൊന്ന് പിടിച്ചു നോക്കി. ആ ബലാത്കാരം നടത്തിയിട്ട് മരണം പരാജയപ്പെട്ടു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. എൻ്റെയും നിൻ്റെയും ആരാധനയുടെ കേന്ദ്രമായി അവൻ കല്ലറ കൊണ്ട് അവസാനിച്ചവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്നവന്. ഇത് മതിയോ സന്തോഷം? ഇത്രയുള്ളോ പ്രത്യാശ? ഇത്രയുമാണോ നിങ്ങൾക്കുള്ള സന്തോഷം? പ്രൈസ് ദി ലോർഡ്. കോഴഞ്ചേരി കുറിയന്നൂരിൽ നിന്ന് മധുരയിലേക്ക് സുവിശേഷ വിപ്ലവവുമായി കടന്നുപോയ എം ഇ ചെറിയൻ സാറ് മധുരയിൽ താനായിരിക്കുമ്പോൾ മിഷണറി ഗൂൾഫിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുമ്പോൾ പരിഭാഷകൻ്റെ മുഖം കണ്ടിട്ട് മിഷണറി ഗൂൾഫ് ചോദിച്ചു: മിസ്റ്റർ ചെറിയാൻ, നിങ്ങളുടെ കർത്താവ് ചത്തുപോയോ എന്ന്? അതെന്താ ആ ഒറ്റ ചോദ്യം മിഷണറി ഗൂൾഫ് ചോദിച്ച, നിങ്ങളുടെ കർത്താവ് ചത്തുപോയി, മരിച്ചുപോയോ? അപ്പോഴാണ് സാറിന് മനസ്സിലായത് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു. അപ്പോഴേ തൊട്ട് മാറിയിരുന്നങ്ങ് എഴുതി: ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ. ഇന്ന് രാത്രി മരിച്ചവനെ അല്ല സേവിക്കുന്നത്, കല്ലറ കൊണ്ട് അവസാനിച്ചവനെ അല്ല. ഇന്ന് രാത്രി ഇന്നും ജീവിക്കുന്നവൻ, എൻ്റെ പ്രാർത്ഥനാമുൽ ഇറങ്ങുന്നവൻ, എന്നെ തൊടുന്നവൻ, എന്നോട് സംസാരിക്കുന്നവൻ, ഇന്ന് രാത്രി അവൻ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അവനാ നിന്നോട് ഇടപെടുന്നത്. അവൻ ജീവനുള്ളവനാണ്, നിത്യദൈവമാണ്, സമാധാന പ്രഭുവാണ്, സത്യദൈവമായവൻ. ഇന്ന് രാത്രി അവൻ നിന്നെ തൊടാൻ പ്രാപ്തനാണ്. അവൻ്റെ കരം നിന്നെ തൊടാൻ പ്രാപ്തമാണ്. അവൻ്റെ സ്പർശനം മതി നിന്റെ മേലൊരു വിടുതൽ നടക്കാൻ. പ്രൈസ് ദി ലോർഡ്. യേശു ഉയർത്തുമെന്നുള്ള ചോദ്യത്തിന് ഒരുപാട് കാര്യമൊന്നുമുണ്ട്. ഒറ്റ തെളിവ് തന്നെ. യേശുവിൻ്റെ കല്ലറയുടെ മുൻപിൽ യേശുവിൻ്റെ അമ്മ പോയി, ശലോമ പോയി.
മഗ്ദലനക്കാരത്തി മറിയ സഹോദരി കല്ലറയ്ക്ക് നിന്ന് കരയുക. എന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, ആരും ചെയ്യാത്തൊരു കാര്യമാണ്. എല്ലാവരും പോയിട്ട് ഈ സിസ്റ്റർ മാത്രം നിന്ന് കരയുക. യേശുവിൻ്റെ അമ്മ ചോദിച്ചു, മോളെ മറിയക്കുട്ടി വരുന്നില്ല ഓടി? ഇല്ല മറിയ ആൻറ്റി, ഞാൻ വരുന്നില്ല. യേശുവിൻ്റെ അമ്മ മറിയയ്ക്ക് സംശയം, എൻ്റെ മോൻ ഉയർത്തെന്നറിഞ്ഞിട്ട് ഇവക്ക് ആഹ്ലാദമില്ല, ഇവളെൻ്റെ കൂടെ വരുന്നില്ലയോ? കാരണം മകൻ ഉയർത്തെന്നറിഞ്ഞുകൊണ്ട് ആവശ്യത്തോടെ പോകുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടം ഈ യേശുവിൻ്റെ അമ്മ മറിയയുടെ സിസ്റ്റർ ശലോമ ചോദിച്ചു, കുഞ്ഞെ നീ വരുന്നില്ലയോ? അപ്പോഴും പറഞ്ഞു, ശലോമ ആൻറ്റി ഞാൻ വരുന്നില്ല. ഇവർ രണ്ടും പോയിട്ട് മഗ്ദലനക്കാരത്തി മാത്രം കല്ലറയ്ക്ക് നിൽക്കുക. അവൾ കരയുക. എൻ്റെ ചോദ്യം, യേശുവിൻ്റെ അമ്മ കരയാത്തടം, ശലോമ കരയാത്തടത്ത് ഈ മറിയക്കൊച്ചു മാത്രം നിന്ന് കരയുക. എൻ്റെ ചോദ്യം, എന്നാ കുഞ്ഞെ നീ നിന്ന് കരയുന്നേ? അവളൊന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രണ്ട് ശിഷ്യന്മാർ വന്നു, പത്രോസും യോഹന്നാനുമാ. ശീല കണ്ട് അവരും ചോദിച്ചു, സിസ്റ്റർ വരുന്നില്ലേ? നിങ്ങൾ പോക്കോ. അല്ല, ഇവരും പോയിട്ടും ഇവള് കരയുന്നു. എൻ്റെ ചോദ്യം, എന്തേ നീ കരയുന്നു? യോഹന്നാൻ എഴുതുന്ന വിവരണത്തിൽ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 20-ാം വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവളെ കല്ലറയ്ക്കകത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പം അവിടെ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. അവരെല്ലാം നോക്കി ശീലകൾ കണ്ടു. പക്ഷേ അവിടെ യോഹന്നാൻ എഴുതുമ്പോൾ പറയുന്നൊരു പദമുണ്ട്, റൂമാൽ ചുരുട്ടി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. ചുരുട്ടി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. അപ്പം ഇത് ബാക്കി 4 പേര് ഇത് കണ്ടിട്ട് ശീല കണ്ടിട്ട് പോയവരാ, കല്ല് ഉരുണ്ടു മാറി കണ്ടിട്ട് പോയവരാ. ഇവളും മാത്രം അവിടെ റൂമാൽ ചുരുട്ടി വെച്ചിരിക്കുന്ന കണ്ടു. ഇത് നമുക്കും വലിയ തോന്നലൊന്നുമില്ല. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മി രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മക്കൾ ബെഡ്ഷീറ്റ് ചുരുട്ടി വെച്ചിരിക്കുന്ന കണ്ടു. ചുരുട്ടി വെച്ചിരിക്കുന്ന വലിയ കാര്യമൊന്നും അല്ലല്ലോ. പക്ഷെ ഗ്രീക്കിൽ ചുരുട്ടി എന്നല്ല, എൻഡൂലിസോ എന്നൊരു വേർഡാണ് ഉപയോഗിക്കുന്നത്. ആ വാക്കിന് മുഖത്തെ റൂമാൽ, അവൻ റൂമാൽ നന്നായി ഫോൾഡ് ചെയ്ത് മടക്കി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. പിടികിട്ടുന്നുണ്ടോ? റൂമാൽ മടക്കി വെച്ചിരിക്കുന്ന അവൾ കണ്ടു. ഇത് കണ്ടിട്ട് കരയുക. ഓക്കെ, ഉയർത്തെന്നുള്ളത് ഉറപ്പാ. എന്നിട്ടും അവൾ കരയുന്നു. കാരണം ഇത് റബ്ബി സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. റബ്ബി എപ്പോഴും ചുമലിൽ റുമാൽ ഉണ്ടാകും. ഈ റുമാലിട്ടാ പോവുക. ഭക്ഷണത്തിനിരിക്കുമ്പോൾ റബ്ബി സംസ്കാരത്തിൽ റുമാൽ മടക്കി ടേബിളിൽ വെക്കും. വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ റബ്ബി ഭക്ഷണം കഴിക്കുമ്പോൾ മടക്കി വെച്ച റൂമാലിലേക്കാണ് സെർവ് ചെയ്യുന്ന ബാല്യക്കാരൻ്റെ ശ്രദ്ധ. ആ റൂമാൽ നോക്കി സെർവ് ചെയ്ത് കൊടുക്കുന്നു. സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇദ്ദേഹം ഭക്ഷിച്ച് തൃപ്തനായാൽ റൂമാൽ മടക്കിയെടുക്കുക. ഈ മടക്കിയ റൂമാൽ തിരികെ എടുക്കുമ്പോൾ സെർവ് ചെയ്ത ആൾക്ക് പിടികിട്ടും, റബ്ബി സംതൃപ്തനായി ടേബിൾ ക്ലിയർ ചെയ്യാം. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ റൂമാൽ അവിടെ ഇരിക്കും. ഏതെങ്കിലും അതിഥികളോ പ്രിയപ്പെട്ടവരെ വിളിച്ച് റബ്ബി എഴുന്നേറ്റാൽ റൂമാൽ എടുക്കാതെ പോകുന്നതെങ്കിൽ ബാല്യക്കാരന് മനസ്സിലാകും, എൻ്റെ റബ്ബി ഉടനെ തിരിച്ചു വരും. അവൻ തൃപ്തനായിട്ടില്ല, അവൻ ഇവിടെ എവിടെ ഉണ്ട്, അവൻ വരും. അതുകൊണ്ട് തന്നെ ബാല്യക്കാരൻ ജാഗരൂകനായി ടേബിൾ ക്ലിയർ ചെയ്യാതെ വെയിറ്റ് ചെയ്യും. കാരണം റബ്ബി റൂമാൽ ഇവിടെ മടക്കി വെച്ചിരിക്കുന്നു, വരുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അവൻ വെയിറ്റ് ചെയ്യും. ഇതറിയാവുന്ന മഗ്ദലനക്കാരത്തി മറിയ, റബ്ബി, റബ്ബൂനി, ഈ വാക്കിനെല്ലാം വിളി കൊടുത്തിട്ടുള്ള നസ്രായനെ ഇവൾ അറിഞ്ഞത്. അവൾ കല്ലറയിൽ നോക്കിയപ്പോൾ റൂമാൽ മടക്കി വെച്ചു. അവൾക്ക് പിടികിട്ടി, എൻ്റെ റബ്ബി പോയിട്ടില്ല, ഇവിടെവിടെയോ ഉണ്ട്, അവൻ ഇവിടെവിടെയോ ഉണ്ട്. അവൾ കരയുന്നതിൻ്റെ കാരണം, എൻ്റെ റബ്ബിയെ കാണാതെ ഇന്ന് ഞാൻ മടങ്ങത്തില്ല. ഇന്ന് രാത്രി യേശു ഉയർത്തെഴുന്നേറ്റതെന്ന് കെട്ടുകഥയല്ല. റബ്ബി കരഞ്ഞവൾക്ക് മുൻപിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, ഈ 1-ാം രാത്രി കർത്താവേ നീ എന്നെ ഒന്ന് തൊടണേ. ഇന്ന് രാത്രി നിന്റെ ഇടപെടൽ അതനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി വ്യക്തിപരമായി
ഒരു വലിയ ദൈവപ്രവൃത്തി ഈ രാത്രി ഇവിടെ നടക്കുന്നുണ്ട്. ഒന്നാം രാത്രിയാണെന്ന് കരുതി അവൻ ദൈവപ്രവൃത്തി കുറഞ്ഞു പോയിട്ടില്ല. ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇറങ്ങി വരുന്ന കരഞ്ഞ മഗ്ദലനക്കാരത്തിക്ക് മുൻപിൽ ഇറങ്ങി പ്രവർത്തിച്ചവൻ ഇന്ന് രാത്രി കരയുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്റെ അരികിൽ ഇറങ്ങാൻ പോവുകയാണ്. അവൻ എങ്ങും പോയിട്ടില്ല, ഇവിടെ ഉണ്ട്, നിന്റെ അരികിലുണ്ട്. ഓ രാജാന, ചില വ്യക്തികളെ കർത്താവ് തൊടുന്നുണ്ട്. അടിപ്പിണർ ഇന്ന് രാത്രിയിൽ ഇവിടെ ചലിക്കുന്നുണ്ട്. വിടുതൽ നടക്കട്ടെ. ഇന്ന് രാത്രി ചില വിടുതൽ നടക്കുക. ലൈവിൽ കാണുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിന്നെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുക. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിഡ്നി ഫെയിലിയറായ ചിലരെ കർത്താവ് തൊടുന്നുണ്ട്. ഇന്ന് രാത്രി ചില ക്യാൻസർ പേഷ്യൻസിനെ കർത്താവ് തൊടുകയാണ്. ഇന്ന് രാത്രി നിന്റെ വയ്യ മരിച്ചവനല്ല, കല്ലറ കൊണ്ട് തുറന്നിട്ടില്ല. മരണത്തിന്റെ തണുത്ത കരത്തെ നിന്റെ മേൽ നിന്ന് ഇന്ന് രാത്രി അഴിക്കാൻ യേശു ഉയർത്തെഴുന്നേറ്റു. അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഈ വചനം പറയുമ്പോൾ തന്നെ ചില ശരീരങ്ങളുടെ മേൽ ആ വിടുതൽ സംഭവിക്കുക. ഓ റാമാന, മരണത്തിന്റെ ആഴത്തിൽ കിടക്കാനല്ല അവൻ കരം തരിക. മരണത്തിന്റെ ചങ്ങല പൊട്ടിച്ച് നിന്നെ അതിന്റെ മീതെ ഒരു ദൂതൂടെ കടത്തി പറയട്ടെ. മഗ്ദലനക്കാരത്തിയുടെ കരച്ചിൽ കണ്ട് കർത്താവ് ഇട്ടു. ഇവൾ ആവേശത്തോടെ വരുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, മറിയ എന്നെ തുടരുത്. ഞാനിതുവരെ പിതാവിൻ്റെ അരികിൽ, എൻ്റെ ചോദ്യം, പിതാവിൻ്റെ അടുക്ക് പോകുന്നേക്കാൾ വലിയ കാര്യമാണ് കരയുന്നവരുടെ കണ്ണുനീര്. കർത്താവിനെ ഇത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടാൻ കാര്യം എന്നാണെന്നറിയോ? സ്വർഗീയ പദ്ധതിക്ക് വേണ്ടി വന്ന ആളാ, സ്വർഗത്തിലേക്ക് പോകുന്നതായി ഇഷ്ടം. പക്ഷെ എന്നിട്ടും കരഞ്ഞവളെ കൈവിട്ടില്ല. അവൾക്ക് ഹാജര് കൊടുത്തിട്ടാണ് പോയത്. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? കർത്താവെ നിന്ന് ഉറക്കെ വിളിക്ക്. ജാതിയൊന്നും നോക്കണ്ട മക്കളെ, മതം നോക്കണ്ട, യേശുവെ നിന്ന് വിളിച്ചു നോക്ക്. ഇന്ന് രാത്രി നീ വഴിവക്കലോ തെരുവോരത്തോ എവിടെയുമാകട്ടെ, ഇന്ന് ചെറിയ സ്ക്രീനിലായിരിക്കും, യാത്രയിലായിരിക്കും കാണുന്നത്. മതം വിഷയമല്ല, യേശുവേ ആവതില്ലെന്നൊന്ന് വിളിച്ചു നോക്ക്. ഇന്ന് രാത്രി നിന്നെ തൊടാൻ എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അവനെ മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാതിരുന്നു. അവൻ ഉയർത്തു. അതുകൊണ്ട് എനിക്കിനി മരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മരണത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു. ഇനി ഞാൻ മരിക്കുകയില്ല, ഞാൻ മരിക്കത്തില്ല. ഒന്നാമത്തെ പ്രഖ്യാപനം, ഞാൻ മരിക്കുകയില്ല. കാരണം എൻ്റെ മരണത്തിൻ്റെ ബന്ധനം യേശു അഴിച്ചു. ഇനി ഞാൻ മരിക്കുകയില്ല. കരമുയർത്തി സ്തോത്രം പറയാം. 2, ഞാൻ മരിക്കുകയില്ല. കാരണം പെട്ടെന്ന് വായിക്കണം. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഞാൻ മരിക്കുകയില്ല. കാരണം മരണത്തിന്റെ അധികാരി പരാജയപ്പെട്ടു. സ്തോത്രം. മരണത്തിന്റെ അധികാരിയെ നീക്കി. എങ്ങനെ നീക്കി? തൻ്റെ മരണത്താൽ നീക്കി. കാൽവറിയുടെ ഗിരിമുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ രക്താഭിഷിക്തനായി മുറിവുകളും കീറലുകളുമായി കാൽവറിയിൽ നസിനാഥൻ കിടക്കുമ്പോൾ ഇരുവശങ്ങളിലും തസ്കരവീരന്മാർ, ചുറ്റും നിൽക്കുന്നവർ, കടന്നു പോകുന്നവർ, കണ്ടു നിൽക്കുന്നവർ ഒരുപോലെ നിന്നയുടെ ശരങ്ങൾ തൊടുത്തുവിടുമ്പോൾ കാൽവറിയിൽ കർത്താവിൻ്റെ ശബ്ദമൊഴി പ്രവാഹം നിർഗളമായി പ്രവഹിക്കുകയാണ്. മൊഴികൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നു. കർത്താവിൻ്റെ മൊഴികൾ സാഗൂതമൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കരഞ്ഞു കണ്ണുകളുമായിട്ടല്ല കേൾക്കേണ്ടത്. ഓരോ മൊഴികളും ദൈവസഭയ്ക്ക് ആഹ്ലാദം തരുന്നതാണ്. ആമേൻ. കർത്താവിൻ്റെ മൊഴികൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നു. 6-ാമത്തെ മൊഴി ഇന്ന് രാത്രി ഒന്ന് ശ്രദ്ധിക്കണം. സകലവും നിവർത്തിയായി. ആ മൊഴി പറയുമ്പോൾ, 6-ാമത്തെ മൊഴി പറയുമ്പോൾ ഭൂമണ്ഡലം ഇളകി, സാത്താന്റെ പദ്ധതികളുടെ അടിത്തറകൾ ഇളകി, സ്വർഗീയ കൂടാരത്തിൽ ആഹ്ലാദത്തിന്റെ തിരമാല ഇളക്കം.
പാതാളത്തിൻ്റെ അടിത്തറകളിൽ വലിയ അഗ്നിജ്വാല പ്രവാഹം. എന്താ വാക്ക്? സകലവും നിവൃത്തിയായി. കാൽവറിയിൽ മുഴങ്ങിയ ഈ ശബ്ദം പിശാചിന്റെ കോട്ടകൾക്കകത്തേക്ക് ഒരു ചാട്ടുളി പോലെ പാഞ്ഞു ചെല്ലുകയാ. സകലവും നിവൃത്തിയായി. സ്തോത്രം. സകലവും നിവൃത്തിയായി എന്ന മലയാള പദം ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. പക്ഷെ ഗ്രീക്കിലേക്ക് ആ വാക്കുമായിട്ടൊന്ന് ചെന്നാൽ ടെറ്റലസ്റ്റായി, കർത്താവ് കാൽവറിയിൽ മുഴക്കുന്ന ശബ്ദം ടെറ്റലസ്റ്റായി, നിവൃത്തിയായി എന്ന മലയാള പദത്തിൻ്റെ അർത്ഥമല്ല ടെറ്റലസ്റ്റായി. ഇന്ന് രാത്രി 6 അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നൊരു വാക്ക കാൽവറിയിൽ മുഴങ്ങിയ ടെറ്റലസ്റ്റായി. ഇന്ന് രാത്രി ഒന്ന് പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാം. കാരണം ഇത് കേട്ടിട്ട് നമ്മൾ ഇന്ന് രാത്രി വീട്ടിലോട്ട് പോകുമ്പോഴുണ്ടല്ലോ, പേടിച്ചരണ്ടൊന്നും പോകരുത്. എൻ്റെ ഭാഷയെ പറഞ്ഞ ബൈബിൾ തലയിൽ വെച്ചുകൊണ്ട് വേണം പോകാൻ. ഈ വാക്കും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകണം. അത്രയ്ക്ക് ആവേശമാണ്. ഒന്ന്, ടെറ്റലസ്റ്റായി എന്ന വാക്കിൻ്റെ 6 അർത്ഥങ്ങൾ. ഒന്നാമത്തെ അർത്ഥം, ഇത് പാപയാഗം പൂർത്തിയാകുമ്പോൾ, പഴയ നിയമ ചരിത്രത്തിൽ പാപയാഗം നടത്തുന്ന മഹാപുരോഹിതൻ പാപയാഗം നടത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ യാഗപീഠത്തിൽ നിന്ന് ധവളിമയാർന്ന പുക വീരുമ്പോൾ മഹാപുരോഹിതന് മനസ്സിലാകും പാപയാഗം വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞു. ആ വേള മഹാപുരോഹിതൻ മുഴക്കുന്ന ശബ്ദമാണ് ടെറ്റലസ്റ്റായി. അതിൻ്റെ അർത്ഥം, ഇനി 1 കൊല്ലത്തേക്ക് ഒരു യാഗവും വേണ്ട, പാപമെല്ലാം ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെങ്കിൽ കാൽവറിയിൽ മഹാപുരോഹിതനായവൻ സ്വന്തം രക്തം കാൽവറിയിൽ ഊറ്റിത്തരുമ്പോൾ മുഴക്കുകയാണ്, സകലവും നിവൃത്തിയായി, പാപയാഗം പൂർത്തിയായി, ഇനി യാഗങ്ങളില്ല, കർമ്മങ്ങൾ വേണ്ട. പാപിയേ, നിനക്കുള്ള വിമോചനമാണ്. പാപത്തിന്റെ ശമ്പളമെന്ന് മരണത്തിന്റെ മേലെടുത്ത് ഇതാവിടെ മാഞ്ഞു കിട്ടുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണമെന്ന മേലെടുത്ത് കാൽവറിയിൽ മായുന്നതോടെ ഇന്ന് രാത്രി ആത്മീയന് പറയാം, എനിക്ക് ലഭിച്ചു കാൽവറിയിൽ വിടുതൽ. സ്വോത്രം, 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 സ്വോത്രം. ആ വിടുതൽ പാപിയെ ഇനി നിനക്ക് രക്ഷയാ. ഇന്ന് രാത്രി ശബ്ദപരിധിക്കുള്ളിൽ ശ്രവിക്കുന്ന, ദൃശ്യമാധ്യമത്തിലൂടെ ശ്രവിക്കുന്ന മിത്രങ്ങളെ, പാപത്തിൻ്റെ പരിഹാരത്തിന് പല വഴി തേടി അലയണ്ട. പല വഴിയില്ല, ഏക വഴി യേശു മാത്രം. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടാൻ നൽകപ്പെട്ട ഏക നാമം യേശുവല്ലാതെ മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊരുത്തനും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ യേശു മാത്രം. സ്തോത്രം. യേശു മാത്രം രക്ഷകൻ. അതെ, കാൽവറിയിൽ യാഗം പൂർത്തിയായി, മഹാപുരോഹിതൻ്റെ ശബ്ദം സകലവും നിവൃത്തിയായി. രണ്ടാമത്തെ അർത്ഥം, ഒരു ചിത്രകാരൻ തൻ്റെ മനസ്സിലുള്ള ചിത്രം ഒരു ക്യാൻവാസിലേക്ക് പകർത്തിക്കഴിഞ്ഞിട്ട് ദൂരേക്ക് മാറി നിന്നിട്ട് ആ ചിത്രത്തെ ഒന്ന് വീക്ഷിച്ച് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കി അതും കൂടെ പരിഹരിച്ചിട്ട് ആ ക്യാൻവാസിൻ്റെ അടിയിൽ അവരവരുടെ സിഗ്നേച്ചർ അപ്ലൈ ചെയ്യും. എന്തിനെന്നറിയാമോ? ഇതെൻ്റെ മനസ്സിൽ ഞാൻ കണ്ട ചിത്രം മറ്റൊരു ക്യാൻവാസിൽ മനോഹരമായി പൂർത്തിയാക്കിയത് ഞാനാണ്. ടെറ്റലസ്റ്റായി. സഭ എന്ന മനോഹര ചിത്രം കാൽവറിയിൽ വരച്ചു തീർത്ത ചിത്രകാരൻ പറയുകയാണ്, എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പുറത്തേക്ക് വെളിപ്പെടുത്തുന്നു. ടെറ്റലസ്റ്റായി. പച്ചിരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട കുന്തം യേശുവിൻ്റെ വിലാപ്പുറത്തെ കാഞ്ഞു കുത്തുമ്പോൾ അവിടുന്ന് പുറത്തു വരുന്നു വെള്ളവും രക്തവും. ഒന്നാമത്തെ ആദാം, ഓർക്കണേ, ആദാമിൻ്റെ വിലാപ്പുറത്തെ വാരിയല്ലൂരി അവന് നാരിയെ നിർമ്മിച്ചപ്പോൾ ഒടുക്കത്തെ ആദാമെന്ന് നസ്രായൻ കാൽവറിയിൽ ടെറ്റലസ്റ്റായി എന്ന് പറയുമ്പോൾ ഇതാ അകത്തേക്ക് കുത്തിത്തുളയ്ക്കുന്ന രക്തം പുറത്തേക്ക് വമിക്കുമ്പോൾ ഒടുക്കത്തെ ആദാമിൻ്റെ വിലാപ്പുറത്തെ രക്തത്തുള്ളികളിലൂടെ പുറത്തേക്ക് വരികയാണ് സഭ എന്ന മനോഹര ചിത്രം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. 3, ഒരു ആർക്കിടെക്ട്, ഒരു എഞ്ചിനീയർ തന്നോട് ആവശ്യപ്പെട്ട ആവശ്യക്കാരൻ്റെ ഇഷ്ടപ്രകാരം മനോഹരമായൊരു പ്ലാൻ തയ്യാറാക്കി അതൊരു സ്ഥലത്ത് പ്രോജക്റ്റായി പണിത് പൂർത്തിയാക്കി കഴിയുമ്പോൾ ആവശ്യമറിയിച്ചവൻ്റെ കയ്യിൽ പണി തീർന്നിട്ട് താക്കോല് കൊടുക്കുമ്പം പറയും ടെറ്റലസ്റ്റായി. എന്താണെന്നറിയാമോ? പണി കഴിഞ്ഞു. നീ എന്നെ
ഏൽപ്പിച്ചില്ലേ, ആ പണി കഴിഞ്ഞു. പണി പൂർത്തിയായി. ദാ താക്കോല് പിടിച്ചോ, സകലവും നിവൃത്തിയായി. പിതാവായ ദൈവമേൽപ്പിച്ച മഹാദൗത്യം കാൽവറിയിൽ പൂർത്തിയാക്കിയിട്ട് സഭ എന്ന കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ പിതാവായ ദൈവത്തിന് താക്കോല് കൊടുക്കുക. അപ്പോസ്തല പ്രവൃത്തി 2 ഇനാഗുറേഷൻ ഹോളി സ്പിരിറ്റ് ചെയ്യും മുൻപ് സഭ എന്ന സൗധത്തിൻ്റെ പണി കാൽവറിയിൽ താക്കോല് കൊടുത്ത് അതിൻ്റെ പൂർത്തീകരണത്തെ ഓർമ്മിപ്പിക്കുന്ന കർത്താവിൻ്റെ മനോഹരമായ വിളംബരമാണ് നിവർത്തിയായി. സ്തോത്രം. സകലവും നിവൃത്തിയായി. അടുത്തത് 4-ാമത്തെ അർത്ഥം, കൊയ്ത്തിൻ്റെ യജമാനൻ്റെ ശബ്ദമായത്. എന്താണെന്നറിയാമോ? പഴയ നിയമത്തിൽ വിളഞ്ഞ വിളഭൂമിയിൽ കൂടെ യജമാനൻ നടന്നു പോകുമ്പോൾ വിളഞ്ഞ വിളഭൂമിയിൽ കൊയ്ത്തിന് പാകമായ വയലിൻ്റെ അരികത്ത് നിന്ന് ഓരോ കറ്റ പറിച്ചെടുത്ത് ഒരു കറ്റയാക്കി കിട്ടും. ആ കറ്റയുടെ പേര് ആദ്യബലക്കറ്റ. ആദ്യബലക്കറ്റ ചുമന്ന് ആലയത്തിൽ നീരാജനം ചെയ്യാൻ കൊടുക്കും. ആലയത്തിലേക്ക് നീരാജനം ചെയ്യാൻ ആദ്യബലക്കറ്റ പോയി കഴിഞ്ഞാൽ ഈ യജമാനൻ ആ വിളഞ്ഞ വിളഭൂമിയെ നോക്കി പുഞ്ചിരിച്ച് പറയുന്ന വാക്കാ ടെറ്റലസ്റ്റായി. എന്താണെന്നറിയാമോ? ആദ്യബലക്കറ്റ നീരാജനം ചെയ്തു, താമസം വിന ഒരു വലിയ കൊയ്ത്ത് നടക്കാൻ പോകുകയാണ്. ഈ വാക്ക് കാൽവറിയിൽ മുഴങ്ങുമ്പോൾ മത്തായി 27:52 വായിക്കുന്നുണ്ട്, ഉടനെ കല്ലറകൾ തുറന്നു. മരിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങളൊക്കെ പുറത്തു വരാൻ പാകത്തിന് ഇങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ ഒന്നോർത്തോണേ, വിളഞ്ഞ വിളഭൂമിയുടെ അരികിൽ നിന്ന് മഹാപുരോഹിതനായ നസറായൻ ആദ്യബലക്കറ്റ നീരാജനം ചെയ്യാൻ ഓരോ കതിർ പറിച്ചെടുത്ത് കാൽവറിയിൽ ഒരു കറ്റ കെട്ടി തയ്യാറാക്കി താൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകുമ്പോൾ ഉറക്കെ പറയുന്നു, ടെറ്റലസ്റ്റായി. ആദ്യബലക്കറ്റ നീരാജനം കഴിഞ്ഞെങ്കിൽ ഉടനടി ഒരു വമ്പൻ കൊയ്ത്ത് ഇവിടെ നടക്കാൻ പോകുകയാണ്. അതവിടെ പറഞ്ഞത് സകലവും നിവർത്തിയായി. സ്തോത്രം. 5-ാമത്തെ കാര്യം റോമൻ കോടതി ഭാഷയാണ് ടെറ്റലസ്റ്റായി. റോമൻ കോടതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയെ കൽത്തുറുങ്കിലടയ്ക്കും. കൽത്തുറുങ്കിൻ്റെ മുൻപിൽ ഒരു വലിയ തുകൽ ചുരുളിൽ അവൻ്റെ കുറ്റസംഗതി എഴുതി വെക്കും. ആ കുറ്റസംഗതി എഴുതി വെച്ചിട്ട് മരണ ദിവസവും എഴുതിയിട്ടുണ്ടാകും. അവനങ്ങനെ വധശിക്ഷ കത്ത് കിടക്കുമ്പോൾ ഇവനെ രക്ഷിക്കാനുള്ള ഏക വഴി ഇവൻ ചെയ്ത കുറ്റങ്ങളുടെ ഈട്, ഇതുവരെ ചെയ്ത നാശനഷ്ടങ്ങളുടെ ഈട് കൊടുക്കണം. അതുമാത്രം പോരാ, ഇനി എന്തെങ്കിലും ചെയ്താലും കൂടെ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇതുവരെ ചെയ്തതിനും ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മുഴു സ്വത്തും കൊടുക്കാൻ തയ്യാറാകണം. അതാ നിയമം. അതായത് ഇത്രയൊന്നും നിർണയിക്കാൻ പറ്റില്ല. ഇവന് വേണ്ടി മുഴു സ്വത്തും കൊടുക്കാൻ തയ്യാറുള്ള ഒരാൾ വരണം. അങ്ങനെ ഒരാൾ വന്നാൽ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയാൽ അവൻ്റെ കുറ്റസംഗതിയിൽ ന്യായാധിപൻ എഴുതുന്ന വാക്കാണ് ടെറ്റലസ്റ്റായി. ഇറ്റ് ഈസ് പെയ്ഡ്. മുഴുകടവും കൊടുത്തു തീർത്തു. ഇവന് വേണ്ടി മറ്റൊരുവൻ മുഴു സ്വത്തും കൊടുത്തു. ഇവന് വേണ്ടി അപരൻ പാപ്പരായി. ഇപ്പോൾ ഇവൻ സ്വതന്ത്രൻ. കാൽവറിയിൽ നോക്കിക്കേ, ഇറ്റ് ഈസ് പെയ്ഡ്. എൻ്റെയും നിന്റെ വധശിക്ഷ റദ്ദ് ചെയ്യുന്ന കണ്ടോ? ഇന്ന് രാത്രി അത് കണ്ടിട്ടേ പോകാവൂ. നീയും ഞാനും കിടന്ന പാപമെന്ന മഹാമേരുവിൻ്റെ പിടിയിലമർന്ന് മരണമെന്ന കൽത്തുറുങ്കിൻ്റെ അകത്ത് കിടന്നു. രക്ഷപ്പെടാൻ വഴിയില്ല. ആ നാം ചെയ്തു കൂട്ടിയ മാരക പാപങ്ങൾ നമ്മുടെ കൽത്തുറങ്ങിൻ്റെ മുൻപിൽ കിടക്കുമ്പോൾ അപരൻ എനിക്കും നിനക്കും വേണ്ടി സ്വത്ത് കൊടുത്ത് ദരിദ്രനായി. ഇന്നത് കാണാതെ പോകല്ലേ നീ? ഇത് കണ്ടിട്ടും കാണാതെ പോകരുത്. അവൻ കാൽവറിയിൽ അവസാന തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്തൊന്നും അവൻ റിസർവ് ചെയ്യാതെ നിനക്ക് വേണ്ടി ഉടുത്തിയ മങ്കി വരെ വിട്ടു തന്നവൻ, പ്രാണൻ തന്നവൻ, അവസാന തുള്ളി രക്തം വരെ തന്ന് ദരിദ്രനായി. എന്തിനാ? നീ വിടുവിക്കപ്പെടാൻ നിനക്ക് വേണ്ടി മുഴുകടവും കൊടുത്തു.
എങ്ങനെ നന്ദി പറയാതിരിക്കും? എങ്ങനെ അവനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ അവന് വേണ്ടി ഓടാതിരിക്കും? എങ്ങനെ അവനെ ആരാധിക്കാതിരിക്കാൻ പറ്റും? എനിക്കും നിനക്കും വേണ്ടി അവൻ ദരിദ്രനായി തീർന്ന വസ്തുത മറന്നു കളയരുത്. ഇന്ന് രാത്രി അത് മറന്നിട്ട് ജീവിക്കല്ലേ, അത് മറന്നിട്ട് ആരാധിക്കാതിരിക്കല്ലേ, അത് മറന്നിട്ട് പാപം ചെയ്യല്ലേ, അത് മറന്നിട്ട് ലോകത്തിലേക്ക് ഇറങ്ങല്ലേ, അത് മറന്നിട്ട് അവനെ തള്ളിക്കളയല്ലേ. ടെറ്റലസ്റ്റായി. ആറാമത്തെ അർത്ഥം, കോടതിയിൽ മുഴങ്ങുന്ന ശബ്ദത്തിനപ്പുറത്ത് ഇതൊരു ജയാളിയുടെ ശബ്ദമാണ്. റോമൻ കൊലോസിയത്തിൽ നടക്കുന്ന ഒരു ക്രൂര വിനോദമുണ്ട്, മല്ലയുദ്ധം. കൊലോസിയത്തിൻ്റെ ഗാലറിയിൽ ചക്രവർത്തിയും അവരുടെ പ്രിയപ്പെട്ടവരെ അണിനിരക്കും. ഈ കൊലോസിയത്തിൻ്റെ നടുത്തളത്തിലെ വലിയ സ്റ്റേജിൽ ഒരുക്കപ്പെട്ട വേദിയിലേക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയെ കയറ്റി നിർത്തിയിട്ട് രണ്ടുപേരോട് മല്ലയുദ്ധം നടത്താൻ ആവശ്യപ്പെടും. ഈ മല്ലയുദ്ധം കണ്ടാണ് ചക്രവർത്തിയും പ്രിയപ്പെട്ടവരും ഇങ്ങനെ ആസ്വദിക്കുക. ഇനി എപ്പോഴും അവസാനിക്കും, പരാജിതന്റെ മാറിലേക്ക് കുത്തി ഇറക്കിയിട്ട് അവൻ നിശേഷം തീർന്നു മരിച്ചു എന്നുറപ്പിച്ചിട്ട് രക്തമിറ്റിറ്റു വീഴുന്ന കഠാര എറിഞ്ഞ ഗാലറിയിലേക്ക് ചൂണ്ടി അവൻ പറയും, ടെറ്റലസ്റ്റായ്, എൻ്റെ എതിരാളി തോറ്റു, അവനിനി അനങ്ങില്ല, അവൻ്റെ മരണം എൻ്റെ കയ്യാൽ നടന്നെന്ന് കാൽവറിയിലേക്കൊന്ന് കാതുകൊടുത്തേ. ടെറ്റലസ്റ്റായ് എന്താ മുഴങ്ങുന്നത്? തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ കാൽവറിയിൽ യേശു പരാജയപ്പെടുത്തുകയാണ്. ഇനി അവന് ചലിക്കാൻ പറ്റില്ല. ഇനി അവനിനി നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ, നിന്റെ വ്യക്തി ജീവിതത്തിനെതിരെ, നിന്റെ സ്വഭാവജീവിതത്തിനെതിരെ തലമുക്കാൻ കഴിയത്തില്ല. അവന്റെ മേൽ യേശു പൂർണ്ണ ജയം. ഈ ദൂത് പറയുമ്പോൾ ചില കുടുംബങ്ങൾ വിടിവിക്കപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ, സഭയ്ക്കെതിരെ, വ്യക്തി ജീവിതത്തിനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ ഇതുവരെ പൊരുതിയവനെ ഇന്ന് രാത്രി ഉറപ്പോടെ പറ, യേശു പരാജയപ്പെടുത്തി. മരണത്തിൻ്റെ അധികാരിയെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് തീരുന്നില്ല, അവനെ നീക്കിയിട്ട് എന്നോട് നിങ്ങളോട് ബന്ധപ്പെട്ട് ചെയ്ത ചില വാക്യങ്ങൾ വളരെ ചിന്തനീയമാണ്. 1 യോഹന്നാൻ 3:14 വാക്യം ഇങ്ങനെ വായിക്കുന്നു, നാം മരണം വിട്ട ജീവനിൽ കടന്നിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളുടെ കൈക്ക് പിടിച്ചൊന്ന് പറഞ്ഞു തരുന്നേരെ, മരണം വിട്ട് ജീവനിൽ കടന്നു. മരണത്തിൻ്റെ അധികാരി തോറ്റെന്ന് മാത്രമല്ലെന്ന്, ഞാൻ മരണമൊക്കെ വിട്ടു. അതുകൊണ്ട് മരണമേ നടക്കത്തില്ല നിന്റെ കളി ജാഗ്രതക്കൽ. കാരണം നിനക്കിപ്പോൾ അധികാരിയില്ല. നിന്റെ അധികാരി തോക്കുക മാത്രമല്ല, ഞങ്ങൾ മരണം വിട്ട് ജീവനിൽ കടന്നു. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, നാം അന്ധകാരത്തിൽ നിന്ന് വിടിപ്പിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി. ഇപ്പോഴേ ഞങ്ങൾ രാജ്യവും മാറി. പിടികിട്ടില്ല, രാജ്യം മാറി. നേരത്തെ പിശാച നിന്റെ റേഞ്ചിലാണ്, ഞങ്ങൾ ആ റേഞ്ചൊക്കെ മാറി. ഇപ്പം ഞങ്ങൾ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാണ്, ഞങ്ങൾ ദൈവരാജ്യത്തിലാണ്. ഞങ്ങൾ ഇന്നിപ്പം നിന്റെ അധികാരപരിധിയിലല്ല, ദൈവരാജ്യത്തിലാണ്. മനസ്സിലാകുന്നുണ്ടോ? ദൈവരാജ്യത്തിലാണ് ഇന്ന് ഞങ്ങൾ, നീയും ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഇന്ന് രാത്രി ദൈവരാജ്യം ചുമക്കുന്നവർ, ദൈവരാജ്യത്തിൻ്റെ അവകാശികൾ, നാം പരാജിതരല്ല. സ്വതന്ത്രം. ഇപ്പം ഞങ്ങൾ മരണം വിട്ട് ജീവനിൽ കടന്നു, ദൈവരാജ്യത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഹേ മരണമേ നിനക്ക് ഞങ്ങളോട് കളിക്കാൻ പറ്റുകയില്ല. ഞങ്ങളിപ്പം നിന്റെ പരിധിക്ക് അപ്പുറത്താണ്. ഇനി ഇപ്പോഴും പലരും പറയുന്ന ചില വാക്കുകൾ ഞാൻ ഇവിടെ അങ്ങ് തിരുത്തുക. ചിലരൊക്കെ പറയുന്നത് ആക്സിഡൻറ്റിൽ കൊല്ലുന്ന പിശാച്, പാസ്റ്റർമാരെ എല്ലാം കൊല്ലുന്നു, ആക്സിഡൻറ്റിൽ മക്കളെ കൊല്ലുന്നു. സ്നേഹിത, ഇനി പറയല്ലേ, കസേരയിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു വിട്ടു.
മരണത്തിൻ്റെ അധികാരി അവിടെ നിന്ന് ഇറക്കി വിട്ടു, പോടാന്ന് പറഞ്ഞു. അവൻ്റെ ആയുധവും വെപ്പിച്ചു. അവനിപ്പോൾ ആയുധമില്ല, അധികാരമില്ല, കസേരയില്ല, അവനാളില്ല. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ആരാന്ന് നമ്മൾ അറിയാതെ പോയതാ. കർത്താവ് പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ്റെ കാതിൽ പറയുന്നൊരു വാക്ക് കേട്ടോ, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുക. നിന്നെ ഡൊമീഷ്യൻ ഇങ്ങോട്ട് വിട്ടത് നിൻ്റെ ശുശ്രൂഷ തീർന്നെന്ന് പറയാനാ യോഹന്നാനെ. നിൻ്റെ ശുശ്രൂഷ തീർന്നു, ഇനിയും പ്രസംഗിക്കുകയില്ല, ഇനിയും പ്രവചിക്കുകയില്ല, ഇനിയും പ്രാർത്ഥിക്കുകയില്ല, ഇനിയും നീ പഴയ പോലെ വെളിപ്പാട് പറയുകയില്ല. ഇതുകൊണ്ട് നിന്നെ ഇവിടെ തീർക്കുമെന്ന് പറഞ്ഞ ഡൊമീഷ്യൻ വിട്ടത്. എന്നാൽ ഡൊമീഷ്യന് തിരിച്ചൊരു മറുപടി ഉണ്ട്. ഡൊമീഷ്യൻ നിനക്ക് വിധിക്കാവുന്നേ ഉള്ളൂ, നടപ്പാകത്തില്ല. കാരണം താക്കോൽ ഇപ്പം നിൻ്റെ കയ്യിലല്ല, നിൻ്റെ എതിരാളിയുടെ കയ്യിലാണ്, യേശുവിൻ്റെ കയ്യിലാണ് താക്കോല്. ഇന്ന് രാത്രി ആ ദൂത് മനസ്സിലാക്കണേ. നിൻ്റെ ആയുസ് നിർണ്ണയിക്കുന്നത് പിശാചല്ല, നിൻ്റെ ശുശ്രൂഷ നിർണ്ണയിക്കുന്നത് പിശാചല്ല. ദൈവദാസനെ, നിൻ്റെ ആയുസ് നിർണ്ണയിക്കുന്നത് പിശാചല്ല. ഇനി എത്ര വലിയ മന്ത്രവാദികൾ നിനക്കെതിരെ തലപൊക്കിയാലും ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിക്ക്. എടാ മന്ത്രവാദി, നിനക്ക് ഞങ്ങൾ ടാർപോളിൻ വിരിച്ചു തരാം. നീ എത്ര മന്ത്രം ചെയ്താലും ഏക്കുകയില്ല. കാരണം താക്കോൽ നസ്രായന്റെ കയ്യിലാണ്. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയിൽ ഇറങ്ങുന്ന കർത്താവിന്റെ കയ്യിലാണ് താക്കോലുള്ളത്. അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ഇന്ന് രാത്രി ആ കർത്താവ് ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി നിന്നോടൊപ്പം. ചില മരണത്തിൻ്റെ കെണികൾ അഴിഞ്ഞു മാറുകയാണ്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില തലമുറകളെ നോക്കി, ചില കുടുംബങ്ങളെ നോക്കി പിശാച് വാദിച്ച് കെട്ടിയ ചില മരണത്തിൻ്റെ കെണികൾ ഇന്ന് രാത്രി ഒഴിഞ്ഞു പോകുക. ഇവിടെ നീ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ നടക്കുക. കിലോമീറ്ററുകൾക്കപ്പുറത്ത് രാജ്യങ്ങളുടെ വെളിയിൽ ഈ രാത്രി ഒരു വിടുതൽ വെളിപ്പെടുന്നു. പ്രതികരിച്ചു തുടങ്ങിക്കോ, പ്രതികരിച്ചു തുടങ്ങിക്കോ. ചില മരണത്തിന്റെ കെണികൾ ഒഴിഞ്ഞു പോകുക. താക്കോൽ കയ്യിലുള്ളവൻ ഇന്ന് രാത്രി നിന്റെ പക്ഷത്താ. വിടുതൽ, വിടുതൽ. ഇന്ന് രാത്രി വ്യക്തികളെ ദൈവാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു കൂട്ടം അഭിഷിക്തന്മാരോട് ആത്മാവ് പ്രവചിക്കുന്നത് ശാരീരിക വൈകല്യം വന്നെന്നും പറഞ്ഞ് ഒതുക്കാൻ പറ്റത്തില്ല. എടാ പിശാചേ, ഇന്ന് രാത്രി താക്കോലുള്ളവൻ കൂടെ ഉണ്ടെന്ന്. മെഡിക്കൽ സയൻസ് എഴുതിയ രേഖകൾ തിരുത്തുകയാണ്. ഇന്ന് രാത്രി മെഡിക്കൽ സയൻസ് എഴുതി വെച്ച രേഖകൾ തിരുത്തുക. തീരാറായിട്ടില്ല, ശുശ്രൂഷ തീർന്നിട്ടില്ല, പ്രാർത്ഥന തീർന്നിട്ടില്ല, ആരാധനകൾ അവസാനിച്ചിട്ടില്ല. തൊടുന്നു, കർത്താവ് തൊടുന്നു, കർത്താവ് തൊടുന്നുണ്ട്. ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് തിരുവല്ല ക്രൂസേഡിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിന്നെ നിർമ്മിച്ചവൻ്റെ കരം ഇടത്തും വലത്തും ഇരിക്കുന്നവരുടെ കരമല്ല കുഞ്ഞെ. ആ ഡിപ്പണർ, ആണി പഴുതുള്ള കരം നിന്റെ തലമേൽ ഇറങ്ങുന്നുണ്ട്. നിന്റെ തലമുറയെ ബന്ധിച്ച ബന്ധനം അഴിഞ്ഞു മാറുക. നിന്നെ രോഗിയാക്കുമെന്ന് വാദിച്ച കെട്ടുപൊട്ടുകയാണ്. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ കുടുംബജീവിതത്തെ തകർക്കാൻ വന്ന് ചില പൈശാചിക തന്ത്രങ്ങൾക്ക് താളപ്പിഴകൾ നേരിടുന്നുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ സേവിക്കുന്നവൻ ഞങ്ങളുടെ നടുവിൽ തേജസ് വാരിച്ചുറ്റി എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അവൻ പറയുന്ന വാക്ക്, പത്മോസ് അവസാനമല്ല, പത്മോസിൽ നീ തീരത്തില്ല. ഇവിടെ നിന്റെ ശവപ്പെട്ടി വരില്ല. പലതും തീർന്നു കാണും, പലതും അവസാനിച്ചു കാണും. യോഹന്നാനേ, ഇവിടെ തീരത്തില്ല, ഇവിടെ തുടങ്ങാൻ പോകുക. തീരത്തില്ല, തുടങ്ങാൻ പോകുക. പലരും പറഞ്ഞ് തീർന്നു പോയി, ഇനി പഴയ പോലെ കാണത്തില്ല. ഡൊമീഷ്യൻ, നിന്റെ സ്വപ്നം വെറുതെയാകട്ടോ. നീ ഇങ്ങോട്ട് വിട്ടത് പലരും അഴുകി, പലരുടെയും മാംസം കഴുകൻ കൊണ്ടുപോയി, പലരെയും കുറുനരികൾ കടിച്ചു വലിച്ചു, പലരും മുതലകൾക്കിരയായി. ഇതൊക്കെയാണ് നീ പ്രതീക്ഷിക്കുന്നെങ്കിൽ ആ പ്രതീക്ഷ തെറ്റി. ഈ പത്മോസിലേക്ക് കൊണ്ടുവന്നതേ നിന്റെ പ്രതീക്ഷയ്ക്കല്ല, ഇവന് വേറൊരു കാര്യം പറഞ്ഞു കൊടുക്കാനാ. നീ വിചാരിച്ചു കൊല്ലാനാണ്. അയ്യോ ഡൊമീഷ്യനെ, നിനക്ക് അബദ്ധം പറ്റിപ്പോയി. ഈ പത്മോസ് ഇവൻ്റെ അവസാനമല്ല, ഇവൻ്റെ പ്ലാറ്റ്ഫോമാണ് ഇവിടെ.
അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതുകൊണ്ട് അങ്ങ് പറഞ്ഞേക്കാം. ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ഇതൊരു ചെറുപ്പക്കാരനായിട്ടാണ് നിൽക്കുന്നത്. പത്രോസ് അച്ചായൻ മോസ്റ്റ് സീനിയറാ. അപ്പോസ്റ്റൽ ജോൺ അപ്പോൾ മൈനറാ, പ്രായം കുറഞ്ഞവനാ, ചെറുപ്പക്കാരനാണ്, വലിയ പ്രായമില്ല, കൗമാരം പിന്നിട്ടേ ഉള്ളൂ. അപ്പോൾ പുള്ളി നിൽക്കുമ്പോഴാ പീറ്റർ അച്ചായൻ ആ മുടന്തനോട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ ജോൺ ബ്രദർ എന്ത് ചെയ്തപ്പോൾ ഞാനും ഒട്ടും മോശമൊന്നുമല്ല, ഇങ്ങനെ നിന്ന് അടുത്ത വാക്ക് ഹേർട്ട് ചെയ്തു. എനിക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് നിനക്ക്. അപ്പോൾ ഈ ഞാൻ ആ വിടുതലല്ല കണ്ടത്, ജോൺ മോൻ്റെ മുഖത്തോട്ടാണ് നോക്കി. അച്ചായനെ ആദ്യത്തെ പറഞ്ഞപ്പോൾ എന്നെ ഉൾക്കൊള്ളിച്ച, രണ്ടാമത്തെ പറഞ്ഞപ്പോൾ അച്ചാൻ പറയാതെ പറഞ്ഞു, എനിക്കുള്ളത് അച്ചാനിത് പറയായിരുന്നു, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നെന്ന് പറഞ്ഞ് ഈ മുടന്തൻ്റെ മുമ്പിൽ ഞാനും ഒന്ന് സ്റ്റാൻഡേർഡായിനി. അച്ചാൻ കയറി പറഞ്ഞ വാക്ക് കണ്ടോ, എനിക്കുള്ളത് തരിക. അപ്പം അച്ചാൻ ബോധപൂർവം പറഞ്ഞല്ലേ എനിക്കേ ഉള്ളൂ, ഇവനില്ല എന്നുള്ളത്. പിടികിട്ടിയോ? ഞാൻ അന്നേരം ഈ പുള്ളിയുടെ കൂടെ പോയേ, ഇച്ചിരി വിഷമത്തോടെ പോകുന്നത്. പക്ഷെ സ്വർഗം പറയുന്ന കാര്യം പേടിക്കണ്ട, ഇവിടെ നീ ഇപ്പം ഇല്ലാത്തവനാ, നിന്നെ ഞാൻ ഈ ഒഴിവാക്കിയിടത്ത്, നീ ഇവരെ പോലൊന്നും വലിയ അത്ഭുതമൊന്നും ചെയ്തത് ഇവിടെ വായിച്ചില്ല, വലിയ നെടുനീളം പ്രസംഗമൊന്നുമില്ല, പലയിടത്തും നിൻ്റെ പേരില്ലെന്നൊരു നൊമ്പരമുണ്ട്, എഴുതിയിടത്തോ വലുതും ചെയ്തുമില്ല. സ്വർഗം പറയുക, പേടിക്കാതെ, നിനക്ക് വേണ്ടി മാത്രം ഒരു പുസ്തകമുണ്ട്, അവിടെ ഇവരാരും കാണുകയില്ല, നീ മാത്രമേ ഉള്ളൂ. ആരെയൊക്കെ മാറ്റിയാലും നിന്നെ മാറ്റാൻ പറ്റുകയില്ല. അതിന് നിന്നെ പണിതെടുക്കുന്നത് പത്മോസ്. ഇന്ന് രാത്രി ആത്മാവ് ഒരു കൂട്ടം അഭിഷിക്തന്മാരോട് പ്രവചിക്കുക. മാറ്റി നിർത്തപ്പെടലും ഒഴിവാക്കപ്പെടലും ഒരുപാട് കണ്ട് ഞരങ്ങി പലതും എടുത്തു പറയാനില്ലെങ്കിലും പത്മോസിൽ കൊണ്ടുവന്നത് ഒതുക്കാനല്ല, ഒഴിവാക്കാനല്ല, ആരും കാണാത്ത ഒരു വെളിപ്പാട് തരാൻ, ആരും പറയാത്തത്, ആരും കേൾക്കാത്തത്, ആരും കാണാത്തത് നിനക്ക് തരാൻ. സ്വത്രം ചെയ്ത് തുടങ്ങിക്കോ, സ്വത്രം ചെയ്ത് തുടങ്ങിക്കോ. ഇന്ന് രാത്രിയെ വിടുതലി പറയുമ്പോൾ തന്നെ ഒരു കൂട്ടത്തിൻ്റെ മേൽ കൃപാവരത്തിൻ്റെ കൈമാറ്റം, ഇതുവരെ വെളിപ്പെടാത്ത അഭിഷേകത്തിൻ്റെ പകർച്ച ഇന്ന് രാത്രി വ്യക്തികളുടെ മേൽ അഭിഷിക്തന്മാരോട് ആത്മാവ് പ്രവചിക്കുക. ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന പത്മോസ് അവസാനമല്ല, ഇത് നിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാ. അവിടെ നീ മാത്രമേ കാണത്തുള്ളൂ, എതിരാളി കാണില്ല, വെല്ലുവിളിച്ചവർ കാണില്ല, ഒഴിവാക്കിയവർ കാണില്ല, നീ മാത്രം. ദൈവം ഇറങ്ങി വരും, നിന്നോട് ഇടപെടും. കാരണം താക്കോൽ എൻ്റെ കയ്യിലാണ്. ഇന്ന് രാത്രി ഈ ആലയത്തിൽ നിന്ന് പോകുമ്പോൾ പ്രവചിച്ചേ പോകാവൂ. ഞാൻ മരിക്കുകയില്ല പിശാചേ. രോഗത്തെ നോക്കി ഇന്ന് രാത്രി പ്രവചിക്കണം. ആട്ടോട്ടേക്ക് വരട്ടെ, പറയണം ഞാൻ മരിക്കുകയില്ല. മരണത്തിൻ്റെ അധികാരി പരാജയപ്പെട്ടു. ഇപ്പോഴും ചിലർക്ക് വിശ്വാസമായിട്ടില്ല. ഈ പുള്ളി ഞങ്ങളെ ചാടിക്കാൻ പറയുന്നതാണോ എന്നാ. 7 കാര്യത്തിൽ 2 എണ്ണേ ഉള്ളൂ, 5 എണ്ണം കൂടെ പറയാൻ കിടക്കും. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞേക്കാം. അടുത്തതൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കും. ഞങ്ങളെ വായിക്കേണ്ടത് യോഹന്നാൻ 3:36, യോഹന്നാന്റെ സുവിശേഷം. ഞാനോ അവൻ വളരണം, ഞാനോ കുറയണം. യോഹന്നാൻ 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവൻ കാണുകയില്ല. അടുത്തത്, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവൻ ഉണ്ട്. ഒന്നുറക്കെ പറഞ്ഞേ, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട്. നിത്യജീവൻ. അതല്ലേ ഞങ്ങൾ പറഞ്ഞ് മരിക്കുകയല്ല. അപ്പം ഇന്ന് രാത്രി ശബ്ദപരിധി ശ്രവിക്കുന്നവരും ലൈവിൽ കാണുന്നവരും മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? പുത്രനിൽ വിശ്വസിക്കണം. അതാ ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിച്ചാൽ നീ മരിക്കുകയല്ല പിന്നെ. കാരണം നിനക്ക് കിട്ടുന്ന നിത്യജീവനാ. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? യോഹന്നാൻ 11:26 കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും. എങ്ങനെ? ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. എങ്ങനെ? ഇത് അതൊന്നുറക്കെ പറഞ്ഞ്.
ഒരു നാളും മരിക്കയില്ല. ഉറക്കെ പറ, ഒരു നാളും മരിക്കയില്ല. ജീവിച്ചിരുന്ന് യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ജീവിച്ചിരുന്ന് യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. ജീവിച്ചിരുന്ന് യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. ഇന്ന് രാത്രി അതാ ഞങ്ങളുടെ പ്രഖ്യാപനം. ജീവിച്ചിരുന്ന് യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. ജീവിച്ചിരുന്ന് യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ 14:6 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ജീവനാണ്. അതുകൊണ്ട് എന്നിൽ വിശ്വസിച്ചാൽ പിന്നെ ഞാൻ ജീവിക്കുന്നതുകൊണ്ട് അവരും ജീവിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിച്ചാൽ മരിക്കുകയില്ല. അടുത്തത്, ഞങ്ങൾ മരിക്കുകയില്ല. കാരണം വാക്യം ഞാൻ വിവരിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുക. ഞങ്ങൾക്ക് മരണമില്ല, നിദ്രയുള്ളൂ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, മരണമില്ല. കാരണം ഞങ്ങളുടെ കർത്താവിൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, നിൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചു. കർത്താവ് പറഞ്ഞു, നിൽക്ക് മരിച്ചില്ല, ഉറങ്ങുക. എങ്ങനെ ഉറങ്ങുക? ഈ യായിറോസ് തൻ്റെ മകളുടെ കാര്യം എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുക. ഇവരെല്ലാം പറഞ്ഞു മരിച്ചെന്ന്. ഇവിടുത്തെ വൈദ്യൻ പറഞ്ഞു പൾസ് തീർന്നു, മരിച്ചു. ഇവിടുത്തെ ആളുകൾ മരിച്ചെന്ന് പറഞ്ഞു സെമിത്തേരി കൊണ്ടുവച്ചു. 4 ദിവസമായി അഴുകിക്കിടക്കുക. ആ ബോഡി അഴുകിയെന്ന വാർത്ത കഴിയുമ്പോൾ യേശു പറയുക, മരിച്ചിട്ടില്ല, ഉറക്കുക. അഴുകിയെന്നേ ഉള്ളൂ, ഉറക്കുക. പിടികിട്ടിയില്ലല്ലേ? 9-ലെ വിധവയുടെ മോൻ മരിച്ചെന്നും പറഞ്ഞ് മഞ്ചലി കൊണ്ടുപോകുമ്പോൾ യേശു അവിടെ നിന്നിട്ട് പറഞ്ഞു, ബാല്യക്കാരെ എഴുന്നേക്ക്. അതിൻ്റെ അർത്ഥം ഉറക്കത്തിൽ കിടക്കുന്നതിന് ഉണർത്താൻ കഴിവുള്ളവൻ പറയുക, ഉറങ്ങുവാണ്. ഇന്ന് രാത്രി പിടികിട്ടിയോ? ഞങ്ങൾക്ക് മരണമില്ല, ഉറക്കമേ ഉള്ളൂ. എത്ര പേർക്ക് പിടികിട്ടി? ഒരു ക്രിസ്തു ഭക്തന് മരണമില്ല, ഉറക്കമേ ഉള്ളൂ. പുതിയ നിയമം മരണത്തിന് കൊടുക്കുന്ന 6 വാക്കിൽ ഒന്ന് നിദ്ര. ഉണ്ടോ? നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. കണ്ടോ? നിദ്ര കൊണ്ടവർ അവർക്ക് മുൻപായി ഉയർക്കും. പിടികിട്ടുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം പുതിയ നിയമം മരണത്തിന് കൊടുക്കുന്ന വാക്ക് നിദ്ര. അതിൻ്റെ അർത്ഥം നിദ്ര എന്ന് പറയുന്നത് എന്നേക്കുമുള്ള അവസാനമല്ല, എല്ലാ രാത്രി ഉറങ്ങുന്നു, പ്രതീക്ഷയോടെ ഉണരും. രാത്രി കിടക്കും മുമ്പ് വീട്ടുകാരോട് പറയും, അരി അരച്ചു വെക്കുന്നു, ഉറയൊഴിച്ചു വെക്കുന്നു, ഇതെല്ലാം ചെയ്ത് പ്ലാനിങ്ങോടെ ഉറങ്ങുമ്പോൾ ഉറപ്പല്ലേ രാവിലെ ഉണരുമെന്ന്. എന്നാൽ ഉറപ്പില്ലാതെ ഉറങ്ങുന്നവരുമുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ സന്തോഷത്തോടെ ഉറങ്ങുക, നാളെ ഉണരുമെന്ന പ്രതീക്ഷയാ. ഞങ്ങൾക്കും അങ്ങനെ 6 അടി മണ്ണിലേക്ക് ഞങ്ങളുടെ പൾസ് നിലയ്ക്കും ഹാർട്ട് നിലയ്ക്കും. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ അവസാനിച്ച് 6 അടി മണ്ണിൽ കുഴി കുത്തി മൂടും, സെമിത്തേരിയിൽ അടക്കപ്പെടും. ലോകം മരണമെന്ന് വിളിച്ചു പറയുമ്പം സ്വർഗം പറയുന്നു, എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല, നിദ്ര കൊള്ളുകയാണ്. അതുകൊണ്ടാണ് നാഗൽ സാഹിബ് പറഞ്ഞത്, ഞാൻ കർത്താവിൻ്റെ കൈകളിൽ ഉറങ്ങുകയാണ്. ഞാൻ ഉറങ്ങുന്നത് കർത്താവിൻ്റെ കൈകളിലാണ്. ഉണർത്താൻ അവന് കഴിയും. ഇന്ന് രാത്രിയിൽ മരിച്ചു മൺമറഞ്ഞവരെ കുറിച്ചുള്ള ദീനരോധനത്തോടല്ലിരിക്കേണ്ടത്. ഇന്ന് രാത്രി ഞാനും നീയും പ്രസംഗിക്കുമ്പോൾ 1 കൊല്ലത്തെ കണക്ക് 2023 ആമൻ പ്രതിസന്ധികളൊക്കെ കർത്താവിൻ്റെ ദാസൻ സാംകുട്ടി ചാക്കോ നിരത്തിയില്ലേ? മരണത്തിൻ്റെ കണക്ക് 4486 എന്നൊരു ഏകദേശ കണക്ക്. 23 മാത്രം രക്തസാക്ഷികൾ 4486 എന്ന് പറയുമ്പോൾ 4486 പേർ മരിച്ചെന്ന കണക്ക് പറയുമ്പോൾ സ്വർഗം പറയുക ഉറക്കമാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഉറങ്ങുന്നത് ഉണർത്താൻ കെൽപ്പുള്ളവൻ്റെ അറിവോടെയാണ്, ഞാൻ അവനെ വിശ്വസിച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഇന്ന് രാത്രിയിൽ ഉറക്കമാണെങ്കിൽ ഉണർത്താൻ കെൽപ്പുള്ളവൻ്റെ ഒരു വലിയ പദ്ധതിയാണ് ഞാൻ അനുഭവിക്കുന്ന ഉറക്കം. ഇന്ന് രാത്രിയിൽ ആ പ്രത്യാശയാകത്തുണ്ടോ? അവിടെ കൊണ്ട് ഈ വാക്ക് തീരുന്നില്ല, ഞാൻ മരിക്കയില്ല. അപ്പോൾ മരണം ഉറക്കമാണെങ്കിൽ ഉണർത്തും. വീണ്ടും വാക്ക് തുടരുക, ഞാൻ മരിക്കയില്ല. ഉറക്കെ പറഞ്ഞു, ജീവനോടെ ഇരുന്ന്
യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. സ്നേഹിത, ഉണർത്തിയിട്ട് പിന്നെ നിത്യതയിലോട്ട് കയറുക. അവിടെ ഞാൻ അവനോടുകൂടെ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. നാം ഇന്നതാകുമെന്ന് ഇതുവരെ ലോകം കണ്ടിട്ടില്ല. നാം പറയുന്നത് വീട് കിട്ടി, ജോലി കിട്ടി, അതൊക്കെ പറയുമ്പോൾ ഇതൊന്നും അല്ലെന്നേ. യേശുവിനെ കണ്ടതിൻ്റെ പേരിൽ നമുക്ക് കിട്ടിയ വിടുതലൊന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. പലരും പറയും വീട് കിട്ടിയെന്ന്. നമുക്ക് മാത്രമല്ല, എത്രയോ പേർക്ക് വീടുണ്ട്, എത്ര പേർക്ക് ജോലിയുണ്ട്, എത്ര പേർക്ക് വാഹനമുണ്ട്. പലത് ഉണ്ടെന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ അതെല്ലാം ഉള്ളവർ ഈ ലോകത്തിലുണ്ട്, അതിനേക്കാൾ മേൽത്തരമായത്. എന്നാൽ ഇന്ന് രാത്രി പറയാനുള്ളത്, ഞങ്ങൾക്കുള്ളത് മുഴുവനും ആത്മീയമാകട്ടോ. കാണിക്കാൻ പറ്റാത്തതാ. രക്ഷ കാണിക്കാൻ പറ്റില്ല, അവകാശം കാണിക്കാൻ പറ്റില്ല, അച്ചാരം കാണിക്കാൻ പറ്റില്ല, നിത്യത കാണിക്കാൻ പറ്റില്ല, ഞങ്ങൾക്കുള്ള പ്രതിഫലം കാണിക്കാൻ പറ്റില്ല, കിരീടങ്ങൾ കാണിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം കാണിക്കാൻ പറ്റുന്നതല്ല. രാജാവിനെ പോലെ വാഴും, കാണിക്കാൻ പറ്റില്ല. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും, കാണിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പേര് ഇവിടെ തൂണുകളിലുണ്ട്, കാണിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അവനോട് അനുരൂപരാകും, കാണിക്കാൻ പറ്റത്തില്ല. കിരീട ശോഭയോടെ രാജാതി രാജാവിനോടൊപ്പം ഞങ്ങൾ വാഴാൻ പോകുകയാ. ഒന്നും രണ്ടുമല്ല, യുഗായുഗങ്ങൾ, അന്തമില്ല യുഗം യേശുവിനോടൊപ്പം ഞങ്ങൾ വാഴാൻ പോകുകയാ. ജീവനോടെ ഇരുന്ന് ഞങ്ങൾ അവന്റെ പ്രവൃത്തിയെ വർണ്ണിക്കാനുള്ളവരാ. ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് തുടങ്ങ്. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മോടുള്ള ദൈവിക പദ്ധതിയെ വില കുറച്ച് കാണരുത്. നാം ഇപ്പോൾ ദൈവമക്കളാണ്. നാം ഇന്നതാകുമെന്ന് ഇതുവരെ ലോകം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധയോടെ ജീവിക്കുന്ന ദൈവവൈതലേ, ഇന്ന് കണ്ടതൊന്നുമല്ല ഇനി വെളിപ്പെടാനുള്ളത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, വല്ല നഷ്ടവും വന്നോ? ഇല്ല. പക്ഷേ കർത്താവ് പറയുക, ദൈവമക്കളായിട്ടേ ഉള്ളൂ, ഞാൻ ഇതുവരെ എന്താ ചെയ്യാൻ പോകുന്നത് കാണിച്ചിട്ടില്ല. നമുക്കിവിടെ കിട്ടിയത് മൊത്തം അഡ്വാൻസ് മാത്രമാണ്. നമ്മുടെ അവകാശം അവിടെയാണ്. അത് വിഭജിക്കുന്ന നാളിലാണ് മാന്യത, ആദരവ്. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷ നഷ്ടപ്പെടുത്തി കളയരുത്, കർത്താവിനെ വിട്ടു പോകരുത്. ഭൗതികമായി എന്തെങ്കിലും നേടിയില്ലെന്ന് കരുതി നീ ക്ഷീണിക്കരുത്. സൗഖ്യമായില്ലെന്ന് കരുതി പരാജയപ്പെട്ടു പോകരുത്. സൗഖ്യമായാലും ഇല്ലേലും, ജോലി കിട്ടിയാലും ഇല്ലേലും, വീട് കിട്ടിയാലും ഇല്ലേലും, അവൻ അത്ഭുതം നടന്നാലും ഇല്ലേലും, സമ്പത്ത് വന്നാലും ഇല്ലേലും, അവൻ്റെ പാത പിൻപറ്റിക്കൂ. അവൻ്റെ കൂടെ യാത്ര ചെയ്തു. നിത്യത മുഴുവനും ആദരവും മാന്യതയും തരാൻ അവൻ വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചൊന്ന് എഴുന്നേൽക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേൽക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ ഒരുമിച്ചൊന്ന് എഴുന്നേൽക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കും. ഇതാ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം. ഞാൻ മരിക്കത്തില്ല, കാരണം എൻ്റെ യേശു എൻ്റെ മരണത്തിൻ്റെ ബന്ധനം അഴിച്ചു. എൻ്റെ യേശു മരണത്തിൻ്റെ അധികാരിയെ തോൽപ്പിച്ചു. എൻ്റെ യേശു മരണമെന്നത് ഉറക്കമാക്കി മാറ്റി എന്നെ ഉണർത്താൻ അവൻ എനിക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. താമസമിന് അവൻ വരാൻ പോകുകയാകട്ടോ. ലോകം കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഒരുക്കപ്പെടുക. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഈ വചനത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കാൻ കഴിയട്ടെ. നമ്മുടെ പ്രത്യാശ ഒന്ന് രാഗി മൂർച്ച കൂട്ടട്ടെ. എനിക്കൊരു വിടുതൽ വേണം കർത്താവേ, ഈ വചനത്തിൻ്റെ വിടുതൽ എൻ്റെ മേൽ വെളിപ്പെടണം. ആഗ്രഹിക്കുന്നുണ്ടോ? കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ജീസസ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്ററെ. സുവിശേഷം എവിടെയൊക്കെ പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം രോഗസൗഖ്യം നടന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും അതിവിടെ ചെയ്യാൻ കർത്താവ് വിശ്വസ്തനാകട്ടോ. ചിലരെ സൗഖ്യമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കിന്ന് രാത്രി ഒരു വിടുതൽ വേണം. എനിക്കിന്ന് രാത്രി സമാധാനം വേണം. എനിക്കിന്ന് രാത്രി പ്രാർത്ഥന ആവശ്യമാണ്.
അങ്ങനെ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ കരം ഉയർത്തിപ്പിടിക്കാൻ. ജീസസ്. മറ്റാരെയും നോക്കണ്ട, നിങ്ങളെല്ലാം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. ഹോളി സ്പിരിറ്റ്, ഇന്ന് രാത്രിയിൽ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാം ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ളവർ നിങ്ങൾ മുൻപോട്ട് വരിക. മറ്റാരെയും ശ്രദ്ധിക്കേണ്ട. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചു. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിൻ്റെ ദാസൻ സാൻഫോർഡ് ഓഫ് ബെനറ്റ്, JP വെബ്സ്റ്റർ, ഒരുപാട് കർത്താവിനെ പാടിയവരാ. അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസികൾക്ക് വളരെ ചിരപരിചിതനാണ് ജെയിംസ് ബ്ലാക്കും. അമേരിക്കയിലെ വില്യംസ്പോർട്ടിൽ യങ് പീപ്പിൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി താൻ സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് തൻ്റെ സൺഡേ സ്കൂളിലേക്ക് ഒരുപാട് കുട്ടികൾ വന്നു. ആ കൂടെ ഒരു 14 വയസ്സുള്ള ഒരു കുഞ്ഞു വന്നു. അവൾ വന്ന് സൺഡേ സ്കൂളൊക്കെ പഠിച്ച് കർത്താവിനെ നന്നായിട്ട് അറിഞ്ഞു. ഓരോ ദിവസവും വരുമ്പോൾ യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവൾക്ക് ആഗ്രഹമായി. അവൾ ജെയിംസ് ബ്ലാക്കിൻ്റെ ഇഷ്ട വിദ്യാർത്ഥിയായി മാറി. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് സൺഡേ സ്കൂളിൽ വരാതായി. ജെയിംസ് ബ്ലാക്ക് അന്വേഷിച്ചു, എന്താ വരാത്തത്? ആഴ്ചകൾ കഴിഞ്ഞു, അവൾ വരുന്നില്ല. ഏറ്റവും ഇഷ്ട വിദ്യാർത്ഥിയായി ഈ കുഞ്ഞ് വരാത്തത് കൊണ്ട് അന്വേഷിക്കാൻ ആരംഭിച്ചു. വില്യംസ്പോർട്ടിലെ ഒരു ചേരി പ്രദേശത്ത് ചെല്ലുമ്പോൾ ഒരു കുടിലിൻ്റെ മുൻപിൽ വയോധികരായ മാതാപിതാക്കൾ അവരോട് കാര്യം അന്വേഷിച്ചു. ആ 14-കാരി എവിടെ? അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ട മകളായിരുന്നു. ചില ആഴ്ചകൾക്ക് മുൻപ് ഈ ലോകത്തുനിന്ന് അവൾ മാറ്റപ്പെട്ടു. ജെയിംസ് ബ്ലാക്കിന് വല്ലാത്ത വിഷമമായി പോയി. യേശുവിനെ അറിഞ്ഞ് എൻ്റെ ഇഷ്ട വിദ്യാർത്ഥിയായ 14-കാരിയാണ് മാറ്റപ്പെട്ടത്. മുറിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, നീ എന്തിനത് ചെയ്തു? ഞാൻ ഏറ്റവും സ്നേഹിച്ച, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ 14-കാരി പെൺകുട്ടിയെ എന്നെ നീ പറിച്ചെടുത്തു. ആ മുറിയിലേക്ക് ഇറങ്ങി ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ജെയിംസ് ബ്ലാക്കിന്റെ കാതിൽ മുഴങ്ങിയത്, മകനെ ജെയിംസ് ബ്ലാക്കി, നീ അവളെ സ്നേഹിച്ചതിനേക്കാൾ അവൾ എന്നെ സ്നേഹിച്ചു. ഓരോ വചനത്തിലൂടെയും അവൾ എന്നോട് അത്രമാത്രം അടുത്തു. ഞാൻ അവളെ സ്നേഹിച്ചു അതുപോലെ. അതുകൊണ്ട് ഞാൻ അവളെ എൻ്റെ അരികിൽ കൊണ്ടുവന്നു. അവൾ ഇവിടെ എന്നോടുകൂടെയുണ്ട്. ജെയിംസ് ബ്ലാക്കിന്റെ അകത്ത് ആ വേദന മുഴുവനും പോയിട്ട് ആഹ്ലാദവും ആനന്ദവുമായി. തനിക്ക് മനസ്സിലായി, എൻ്റെ സൺഡേ സ്കൂളിലെ ഹാജർ വിളിക്ക് ആ കുഞ്ഞിനെ ഇനി കണ്ടില്ലെങ്കിലും സാരമില്ല. കർത്താവ് പേർ വിളിക്കുന്ന വേദിയിൽ കോടാകൂടി വിശുദ്ധരുടെ മധ്യേ എനിക്കവളെ കാണാം. അന്ന് താൻ എഴുതുകയാണ്, പേർ വിളിക്കും, നേരം കാണും എൻ പേരും. നമുക്ക് ആ പാട്ട് ഒന്ന് ചേർന്ന് പാടാം. ആ പാട്ട് പാടുന്ന വേള പ്രാർത്ഥിക്കാനുള്ളവർക്ക് മുൻപോട്ട് വരാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കി എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കി. ഓ, ഇന്ന് രാത്രി ഹോളി സ്പിരിറ്റ് ആ പ്രത്യാശ ഇന്ന് രാത്രി നിറയട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ ദൈവ സാന്നിധ്യമേ, ഓ ദൈവമേ, ഞങ്ങളുടെ സാന്നിധ്യം ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ ഇറങ്ങട്ടെ. നിരാശകൾ മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി വ്യക്തികളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. വ്യക്തികളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ.
അരിഞ്ഞ പുറത്തിറങ്ങുന്ന ചാറൽ മഴ പോലെ രാത്രി ആ കർത്താവിന്റെ കരം ഈ ഗ്രൗണ്ടിൽ ചലിക്കുന്നുണ്ട്. ഇന്ന് രാത്രി വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില മരണത്തിന്റെ ചങ്ങലകൾ പൊട്ടുകയാണ്. മരണ ഭയങ്ങൾ അഴിഞ്ഞു മാറുക. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് വരാറായി കേട്ടോ. നമ്മൾ ഈ മണ്ണിൽ നിന്ന് പറന്നു പോകാൻ പോകുകയാണ്. ഇന്ന് രാത്രി ആ വലിയ പ്രത്യാശയോടെ ഇന്ന് രാത്രി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ആ സമയത്ത് ആമേൻ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് മുൻപോട്ട് വരാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് നമുക്ക് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതിൽക്കലായി. ഇനി ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. വലിയൊരു വിടുതൽ നടക്കുക. ഇന്ന് രാത്രി വിടുതൽ നടക്കുക. Bye.
തുറന്ന കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ പ്രത്യാശയിട്ട ദൈവമേ, യേശുവേ പ്രത്യാശയിട്ട ദൈവമേ, യേശുവേ പ്രത്യാശയിട്ട ദൈവമേ, യേശുവേ പ്രത്യാശയോടെ